ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനും ഇവിടെ ഈ പ്രോഗ്രാം ആങ്കർ ചെയ്യാനുള്ളത്. കാരണം ഇന്ന് നമുക്ക് വന്നിട്ടുള്ള നമ്മുടെ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. സോ നമുക്ക് തുടങ്ങാം. The only thing worse than being blind is having sight but no vision. കാഴ്ചയില്ലാത്ത ഒരാളായി ഇരിക്കുക എന്നതിനേക്കാൾ മോശമായ ഒരേ ഒരു കാര്യം കാഴ്ചയുണ്ടെങ്കിലും കാണാതിരിക്കുക എന്നതാണ്. പ്രയാസത്തിലൂടെ പ്രയാസം നിറഞ്ഞ ജീവിതത്തെ അതിജീവന ജ്വാലയാക്കി മാറ്റിയ അതിജീവന മാർഗത്തിലൂടെ കരുത്ത് കാണിച്ച കാഴ്ചയില്ലാതെ ലോകത്തെ കീഴടക്കിയ എഴുത്തുകാരി ഹെലൻ കെല്ലറിന്റെ വാക്കുകളാണിത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തെ കാഴ്ചയില്ലാതെ തന്റെ പരിമിതികൾ കൊണ്ട് ലോകത്തെ തന്നെ തന്റെ കാൽ കീഴിലാക്കിയ ഒരു എഴുത്തുകാരിയാണ് ഹെലൻ കെല്ലർ എന്ന് പറയുന്നത്. വർത്തമാന കാലത്തില് കണ്ണുണ്ടായിട്ടും കാണേണ്ട കാഴ്ചകൾ കാണാത്ത, കാണരുതാത്ത കാഴ്ചകൾ കാണുന്ന ഈ ലോകത്ത് തന്റെ കാഴ്ച പരിമിതികളെ തോൽപ്പിച്ച് തന്റെ അകക്കണ്ണാൽ 23 വർഷമായി ഒരു തലമുറക്ക് വെളിച്ചം പകരുന്ന കണ്ണൂർ തലശ്ശേരി തിരുവങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറായിട്ടുള്ള ബഹുമാന്യനായ സാജിദ് സാറാണ് ഇന്ന് നമ്മുടെ ജി ടോക്കിലെ അതിഥി. സാജിദ് സാറാണ് ഇന്ന് നമ്മളോടൊപ്പം അദ്ദേഹത്തിന്റെ വിലയേറിയ ഒരുപാട് നല്ല നിമിഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെക്കാൻ എത്തിയിട്ടുള്ളത്. സ്നേഹപൂർവ്വം സാറിനെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. സാജിദ് സാർ, പ്ലീസ്, ഇറ്റ്സ് യുവർ ടേൺ. ഓക്കെ, താങ്ക് യു. എന്നാ ഞാൻ തുടങ്ങിക്കോട്ടെ? സർ, യു ക്യാൻ സ്റ്റാർട്ട് നൗ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഏതായാലും ആദ്യം തന്നെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എനിക്ക് ഒരവസരം തന്ന ഇതിന്റെ സംഘാടകരായിട്ടുള്ള ആളുകളോട് ഞാൻ ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോ ഞാൻ വലിയൊരു പ്രാസംഗികനൊന്നും അല്ല, പക്ഷെ ചില അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ചില എനർജികൾ കിട്ടും. അപ്പോൾ ഞാനൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഈ നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോഴൊക്കെ ഒരുപാട് എന്നെ സഹായിച്ച ചില ഘടകങ്ങളുണ്ട്. ഇതേപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് ഉയർന്ന നിലയിലേക്ക് എത്തിയ ആളുകളെ കാണുമ്പോൾ നമ്മൾക്കും ഇതുപോലെ ആകും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് കിട്ടും, എല്ലാവർക്കും കിട്ടും. അത് ഒരു സ്വാഭാവികമായിട്ടും നമ്മൾ അത്തരത്തിലുള്ള നമ്മൾ ഇത്തരം കാര്യങ്ങളെ ഷെയർ പറയുമ്പോഴേ ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഗുണം ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോ ഞാന് ഭാഗികമായിട്ട് കാഴ്ച ഉള്ള ഒരാളായിരുന്നു. ജന്മന് കുറച്ച് കാഴ്ചയുണ്ട്, കുറച്ചല്ല അത്യാവശ്യം കാഴ്ചയുണ്ട്, ചെറിയൊരു കാഴ്ച കുറവുള്ളൂ. അപ്പോൾ ജനിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചപ്പോഴേ ഇത് കണ്ണിലേക്കുള്ള നരമ്പിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് എപ്പോഴാണോ ഈ കാഴ്ച പൂർണ്ണമായും പോകുക എന്ന് നമ്മൾക്ക് ഒരിക്കലും ഒരു ഗ്യാരണ്ടി തരാൻ പറ്റില്ല എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെന്താ വെച്ചാൽ ഇത് നരമ്പിന്റെ ഒരു പ്രശ്നം ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് സർജറിയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ഡോക്ടേഴ്സ് പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ ലെൻസ് അല്ലെങ്കിൽ ആ കോർണിയക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നിങ്ങളുടെ കുട്ടിയുടെ കണ്ണ് വേറെ ആയിരിക്കുമെങ്കിലും ദാനം ചെയ്യാൻ പറ്റും എന്ന് എൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ കണ്ണിലേക്കുള്ള നരമ്പിനാണ് പ്രശ്നം. അപ്പോൾ അത് ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളിൽ ചേർത്തി, 1ാം ക്ലാസ്സിൽ സ്കൂളിൽ ചേർത്തിയപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളൊക്കെ, എനിക്ക് അറിയില്ല ഇങ്ങനെ ഒരു കാഴ്ചക്കുറവുള്ള ഒരാളാണ് ഞാൻ. കാഴ്ചയുള്ള ഒരാളെന്ന നിലയിൽ തന്നെയാണ് എല്ലാവരുമായിട്ട് ഇടപെട്ടത്. കുട്ടികൾ കളിക്കുന്ന പോലെ കളിക്കും, സൈക്കിൾ ഓടിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം ചെറിയൊരു പ്രശ്നമില്ലല്ലോ. അപ്പൊ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയില്ല. കുട്ടികളെല്ലാം ബ്ലാക്ക് ബോർഡ് നോക്കി എഴുതുമ്പോൾ എനിക്കത് എഴുതാൻ കഴിയുന്നില്ല. അപ്പോഴും എൻ്റെ കണ്ണിനെന്തോ പ്രശ്നമുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വെച്ചത് അത്തരത്തിലേക്ക് പോകൂല സ്വാഭാവികമായിട്ടും. കുട്ടികളല്ല, ചെറിയ കുട്ടികളല്ല. അപ്പോഴേ
മറ്റുള്ളവർ എഴുതുമ്പോൾ ഞാൻ മറ്റുള്ള കുട്ടികൾ സൈഡിൽ അടുത്തിരിക്കുന്ന കുട്ടികളത് നോക്കി എഴുതും. അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും ചെറിയ ക്ലാസ്സിലൊന്നും അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നും ഇല്ലാതെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അധ്യാപകർക്ക് അത് തിരിച്ചറിയാൻ അല്പം വൈകിപ്പോയി എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോ കാര്യങ്ങൾ പറയുമ്പോഴേ ഈ പഴയ ഒരു ടീച്ചിങ് മെത്തേഡും ഇപ്പോൾ ഉള്ളൊരു ടീച്ചിങ് മെത്തേഡും നമുക്ക് ഒരു താരതമ്യം ചെയ്യാൻ പറ്റും. അത് ഇപ്പൊ നമ്മളൊക്കെ B.Edന് പഠിക്കുമ്പോൾ അധ്യാപക പരിശീലനം ഇപ്പോൾ ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. നമ്മളെ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു വൈകല്യമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അധ്യാപകർക്ക് അത് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ നമ്മൾ പരിശീലിക്കുന്നുണ്ട്. B.Edനായാലും TTCക്കായാലും ഒരു കുട്ടി അടുത്തുള്ള കുട്ടീൻ്റെ നോക്കി എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ടീച്ചേഴ്സിന് കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റണം. അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ ദൂരെ നിന്ന് എഴുതുമ്പോൾ ഒരു കുട്ടി മാത്രം അടുത്ത് പോയി നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന അറിയേണ്ടതാണ്. എന്തായാലും എന്താണെന്നറിയില്ല, അന്നത്തെ ടീച്ചേഴ്സിന് അത് മനസ്സിലാകാതെ എന്താണെന്ന് എനിക്കറിയില്ല. അന്നത്തെ ഒരു ബോധന രീതിൻ്റെ ഒരു പ്രത്യേകതയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാണോ, അല്ലെങ്കിൽ അന്നത്തെ B.Edന്റെ സിലബസിൽ അത്തരം കാര്യങ്ങളില്ലാത്തതെന്ന് ഞാൻ അറിയില്ല. എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ കാഴ്ച കൂടുതൽ കുറയുമ്പോൾ മനസ്സിലായിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ചെറിയൊരു സൈറ്റ് കുറയുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടില്ല, കാര്യങ്ങളൊന്നും മനസ്സിലാകാതെ എനിക്ക് ചിലപ്പോൾ അടി കിട്ടിയിട്ടുണ്ട് എല്ലാവരോടും. ഒരു മലയാള അധ്യാപകൻ സ്വാഭാവികമായിട്ട് അന്നിങ്ങനെ പറയാനോ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാണോ. ടെക്സ്റ്റ് ബുക്ക് ഞാനും ഉണ്ട്, എൻ്റെ മുമ്പിലുണ്ട്, ഞാനും നോക്കുന്നുണ്ട്, എല്ലാ കുട്ടികളും നോക്കുന്നുണ്ട്. പക്ഷെ എന്തോന്നറിയില്ല, എന്നെ ഒരു മലയാള അധ്യാപിക എന്നെ ചൂരലെടുത്ത് 2 അടിയെടുക്കുന്നു. പാഠപുസ്തകം നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്, പുറത്തേക്ക് നോക്കുന്നു പറഞ്ഞിട്ട്. പക്ഷെ ഇത് പുറത്തേക്ക് ഞാൻ നോക്കുന്നില്ല, സത്യത്തിൽ ഞാനത് പുസ്തകത്തിലേക്കാണ് നോക്കുന്നത്. നമ്മുടെ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി സൈഡിലേക്ക് പോകുന്നുണ്ടായിരിക്കണം ഒരു പക്ഷെ. സ്വാഭാവികമായിട്ടും ആ ടീച്ചറെ പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞതല്ല. ടീച്ചർക്ക് തോന്നുന്നുണ്ട് നമ്മൾ സൈഡിലേക്ക് നോക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് കണ്ണിൻ്റെ കുഴപ്പമാണെന്ന് ടീച്ചർക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനത്തെ കുറെ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കണ്ണിൻ്റെ പ്രശ്നമാണെന്ന് ഞാനും പറയുന്നില്ല, ഒരു കുട്ടികളങ്ങനെ പറയില്ലല്ലോ, അതാണ് ഒരു പ്രശ്നം. 2-ാം ക്ലാസ് 3-ാം 4-ാം ക്ലാസ് 7-ാം ക്ലാസ് ഒക്കെ എത്തിയതിനു ശേഷം ഞാൻ ഇപ്പൊ കാഴ്ച ഏതാണ്ട് കൂടുതലായി കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം പിന്നെ കൂടുതലായിട്ട് എഴുതാൻ കഴിയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, കേൾക്കുന്നുണ്ടല്ലേ? സാർ കുഴപ്പമൊന്നുമില്ല, കേൾക്കുന്നുണ്ട്, ഓഡിബിൾ ആണ്. അപ്പൊ 7-ാം ക്ലാസ്സിൽ എത്തിയപ്പോഴും പറഞ്ഞതുപോലെ തന്നെ കുറെ അനുഭവങ്ങളാണ്. അധ്യാപകർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ചിലവർക്ക് അറിഞ്ഞിട്ടുമില്ല. അറിഞ്ഞിട്ടും അതിനുള്ളൊരു പരിഹാരം തരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രയാസം. അന്നത്തെ ഒരു രീതി അങ്ങനെയാണല്ലോ. ഒരു പക്ഷെ നോട്ട് എഴുതാത്തതിന് എന്നെ വല്ലാതെ ചൂരലുകൊണ്ട് തല്ലുന്നത്. മറ്റുള്ള കുട്ടികൾ പറയുന്നത് കാഴ്ചയില്ലാത്ത ആളാണ്. പക്ഷെ എന്തോന്നറിയില്ല, അധ്യാപകന് എന്നെ കൊണ്ട് പറയിപ്പിച്ച് ഞാൻ പറയേണ്ട വന്നു, സാർ എനിക്ക് ഈ നോട്ട് എഴുതുന്ന കാണുന്നില്ല എന്നുള്ളത്. അപ്പോഴാണ് അധ്യാപകനോട് വെടിവെച്ചത്. അപ്പൊ ആ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് ഒരു പ്രൈമറി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറെ അനുഭവങ്ങളിൽ ചിലത് മാത്രമാണത്. പക്ഷെ അന്നേരവും ഈ പ്രത്യേക വിദ്യാലയമുള്ളതും മറ്റു കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞുകൂടാ. ഇത് തന്നെയുള്ളൂ, ഇതേതോ സാധാരണ സ്കൂളിൽ പോയി പഠിക്കുക എന്നല്ലാണ്ട് വേറൊന്നുമില്ല. ചില ക്ലാസ്സിൽ 2 വർഷമൊക്കെ ഇരുന്നിട്ടുണ്ട്. കാരണം പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കുമ്പോഴേ മാർക്ക് ഉണ്ടാവില്ല, അവിടെയൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അന്നത്തെ ഈ മൂല്യനിർണയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കുട്ടി എത്രമാത്രം പഠിച്ചു ഇല്ലേന്ന് നോക്കാൻ അന്ന് ആകെയുള്ളത് ഒരു എഴുത്ത് പരീക്ഷ മാത്രമാണ്. കുട്ടിക്ക് എല്ലാം അറിയാം, പക്ഷേയോ കുട്ടി പരീക്ഷ പേപ്പറിൽ ഇല്ലെങ്കിൽ കുട്ടി മണ്ടന എന്നുള്ള ധരിക്കുന്ന ഒരു സംഭവമാണ്. കുട്ടിയുടെ മനസ്സിൽ ഉത്തരവുണ്ടോന്ന് ചോദ്യം ചോദിക്കുക, അപ്പൊ ആൻസർ പറയുക, അത്തരത്തിലുള്ള രീതിയൊന്നും അന്നില്ല. അല്ലെങ്കിൽ സ്ക്രൈബ് അതൊന്നും അന്നില്ല. എന്തായാലും പേപ്പറിൽ എഴുതിക്കൊള്ളണം.
ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചു തരും, അത് എഴുതിക്കൊള്ളണം. എഴുതാൻ കഴിയാത്തവനാണെങ്കിൽ തോറ്റുപോകും. അതൊരവസ്ഥയാണ്. എനിക്കത് ഉത്തരങ്ങളെല്ലാം അറിയായിരുന്നു. ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങളെല്ലാം നമ്മളെ ക്ലാസ്സിൽ എല്ലാ ദിവസവും പോകും. ക്ലാസ് ലീവ് എടുക്കൽ കുറവാണ്. എൻ്റെ മനസ്സിൽ ആൻസർ എല്ലാം ഉണ്ട്, പക്ഷെ ഇത് എഴുതാൻ കഴിയുന്നില്ല. എഴുതാൻ കഴിയുന്ന വെച്ചാൽ കാണുന്നില്ല, അതാണ് സംഭവം. അപ്പൊ അതിനുള്ളൊരു പകരം സംവിധാനം വന്നില്ല. അങ്ങനെ ആ 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാലാണ് 8ാം ക്ലാസ്സിൽ മറ്റൊരു വിദ്യാലയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു അധ്യാപിക പറഞ്ഞു തന്നോ, നിങ്ങൾക്കൊരു പ്രത്യേക വിദ്യാലയമുണ്ട്, അവിടെ പോയാൽ മതി. അഡ്രസ്സൊക്കെ തന്നു. കോഴിക്കോട് റഹ്മാനിയ സ്കൂൾ എന്ന് പറയും, നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ്. അപ്പോൾ എൻ്റെ രക്ഷിതാക്കള് അവിടെയാണ് ഒരു ടേണിംഗ് പോയിന്റ്, എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ്. അധ്യാപിക എന്നെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റൂല എന്തായാലും. അപ്പൊ ആ സ്കൂളിൽ പോയപ്പോൾ അവിടെയാണ് ആദ്യമായിട്ട് നമ്മൾ കാഴ്ചയില്ലാത്ത മറ്റ് വിദ്യാർത്ഥികളെ കാണാൻ കഴിയുന്നത്. അവര് വളരെ ഹാപ്പി ആയിട്ട് ഓടുന്നു, ചാടുന്നു. പിന്നെ ഈ ബ്രെയിൽ എന്ന് പറയുന്ന സംഭവം, ആ ബ്രെയിൽ ഏതാ ബ്രെയിൽ എന്ന് പറയുന്നത് നമ്മളെ കാഴ്ചയില്ലാത്തവരുടെ എഴുത്ത് ലിപിയാണത്. ആ ബ്രെയിലിന്റെ കൂടുതൽ കാര്യങ്ങളും നമ്മളെ ടെക്നോളജികളും നമുക്ക് മറ്റൊരു അവസരം തരികയാണെങ്കിൽ ഞാനത് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യാം. ഞാൻ ഇതിന്റെ കൂടെ കൂടുതലായിട്ട് അത് പറയുന്നില്ല. എന്തായാലും ഈ കാഴ്ച പരിമിതിയുള്ള ആളുകളുടെ ഒരു എഴുത്ത് വിദ്യ എന്ന് മനസ്സിലാക്കാം. ബ്രെയില് അത് പേപ്പറിൽ ഇങ്ങനെ കുറെ ഡോട്ടുകളായിട്ടാണ്. അപ്പൊ അതിന്റെ മറ്റു കാര്യങ്ങളിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം എന്തായാലും. അപ്പൊ അത് വളരെ സ്പീഡിൽ വായിക്കുന്നത്. ഇത് കണ്ടപ്പം തന്നെ എൻ്റെ ഉമ്മ അതുപോലെ എൻ്റെ വീട്ടിൽ നിന്ന് മറ്റുന്നവർക്കും വലിയൊരു അത്ഭുതമായിരുന്നു, ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പോ ഈ സാധാരണ വിദ്യാലയത്തിലുള്ള അതേ സിലബസ് തന്നെയായിരുന്നു, സിലബസ് തന്നെ ആയിരുന്നു എന്നല്ല, ആണ് പഠിപ്പിക്കുന്നത് അവിടെ. പക്ഷെ ഈ ബ്രെയിലായിരിക്കും, ബ്രെയിൽ ലിപി. അന്ന് പിന്നെ മറ്റ് ടെക്നോളജികളൊന്നും വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം ഒരു 91-92 കാലഘട്ടങ്ങളിലാണ് ഞാൻ ആ സ്കൂളിൽ ആദ്യമായിട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് വലിയൊരു സന്തോഷമായി. ഇത് ഒരുപാട് കുട്ടികൾ ഇങ്ങനെയുണ്ട്. മാത്രമല്ല അവിടെ ഈ കാഴ്ച പരിമിതിയുള്ള അധ്യാപകർ, ബ്ലൈൻഡ് ആയിട്ടുള്ള അധ്യാപകരെയും കണ്ടപ്പോൾ എനിക്ക് ഒന്ന് അധ്യാപകനും ആകാലോ എന്നുള്ള ഒരു തോന്നലായി. കുട്ടികളെ കണ്ടപ്പോ അവിടെ താമസിക്കണം. റെസിഡൻഷ്യൽ സ്കൂളാണത്. കാരണം നമ്മളെ ഈ സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുമ്പോൾ റെസിഡൻഷ്യൽ സ്കൂളായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഒരു കുട്ടി ജന്മനെ ബ്ലൈൻഡ് ആയി കഴിഞ്ഞാൽ ആ കുട്ടി നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും കൂടി പരിശീലിപ്പിക്കുകയാണ് അവിടുന്ന്. അവരെ കുളി, അതുപോലെ തന്നെ ബ്രഷ് ചെയ്യല്, ഭക്ഷണം കഴിക്കല്, മറ്റു കാര്യങ്ങളെല്ലാം അവിടുന്ന് പരിശീലിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം കുറെ സമയം കാഴ്ച ഉള്ള ഒരാളായത് കൊണ്ട്, ഭാഗികമായിട്ട് കുറച്ച് വർഷം കാഴ്ച ഉള്ള ആളായത് കൊണ്ട് പിന്നെ അത്തരത്തിലേക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ പോലും ഞാൻ അവിടെ താമസിക്കാൻ റെഡിയായി. അപ്പോഴും എൻ്റെ രക്ഷിതാക്കൾക്ക് വലിയൊരു പ്രയാസം ഉണ്ടായിരുന്നു, ഈ കുട്ടിയെ ഇവിടെ ആക്കിയിട്ട് പോവാ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ പിന്നീട് പ്രശ്നമില്ല. അപ്പൊ ഞാൻ അവിടെ അപ്പൊ പിന്നെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ സ്പെഷ്യൽ സ്കൂൾ 7ാം ക്ലാസ് വരെ ഉണ്ടാവുള്ളൂ. 7ാം ക്ലാസ് വരെയുള്ള സ്കൂളിൽ പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, കാഴ്ചയില്ലാത്ത കുട്ടികൾ മാത്രം. സാധാരണ സ്കൂളിൽ അതേ സിലബസ് തന്നെയായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാകുന്നത്. 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പെഷ്യൽ സ്കൂൾ ഇല്ല. പിന്നെ സാധാരണ ജനറൽ സ്കൂളിൽ കാഴ്ച ഉള്ള കുട്ടികളുടെ കൂടെ തന്നെ ഇരുന്ന് പഠിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണത്. അപ്പൊ ഞാൻ 7ാം ക്ലാസ് കഴിഞ്ഞു പോയില്ലേ, 8ാം ക്ലാസ് ആയി. അപ്പൊ എന്നോട് പറഞ്ഞെന്താന്ന് പറഞ്ഞാല് ഇനി വീണ്ടും 1ാം ക്ലാസ്സിൽ ഇരുത്തി അത്രയും വർഷം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ഏതായാലും കുറച്ച് വർഷം നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ഈ ബ്രെയിൽ ലിപി പഠിക്കാൻ വേണ്ടി കുറച്ച് മാസം, ഒരു 5-6 മാസം ഇവിടെ നിന്നോ, അതിനുശേഷം ഹൈസ്കൂളിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഒരു 6 മാസത്തോളം ഉണ്ടായിരുന്നു. ഞാൻ ആ 6 മാസം കൊണ്ട് ആ ബ്രെയിൽ ലിപി ഏകദേശമൊക്കെ പഠിച്ചു. ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളവും ഒക്കെ തന്നെ. എന്നാലും ഒരു കുട്ടിനെ 1ാം ക്ലാസ്സിൽ ചേർത്ത് 7ാം ക്ലാസ് ആകുമ്പോഴേക്കും കിട്ടുന്ന ആ ഒരു സ്പീഡ് ഉണ്ടാവില്ല. അത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് പിന്നീടായിട്ടുണ്ട്. ആ സമയത്ത് കുറച്ചൊക്കെ കിട്ടി. അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്ന് കോഴിക്കോട് മറ്റൊരു ട്രെയിനിങ് സെന്റർ ഉണ്ട്,
കോഴിക്കോട് ഫറൂഖിനടുത്ത് ഉണ്ടായിത്തോട്. അവിടെ പോയപ്പോൾ പിന്നെ അവിടെ ഇതിനെ പോയെന്ന് പറഞ്ഞാൽ തുടർന്നുള്ള പഠനം എത്രമാത്രം കിട്ടും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പോയതാണ്. അപ്പൊ അവിടെ ഒരുപാട് ട്രേഡുകളാണ്. പിന്നെ ട്രേഡ് എന്ന് പറയുമ്പോൾ ഈ അമ്പർല കുട നിർമ്മാണോ, മെഴുകുതിരി നിർമ്മാണോ, അതുപോലെ പ്ലാസ്റ്റിക് ചെയർ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. ഏതായാലും 1-2 വർഷം ഞാൻ അവിടെ നിന്നു. ഒന്ന് പ്രൈവറ്റായിട്ട് SLC എഴുതി അങ്ങോട്ട് പാസ്സായി. ബ്രെയിൽ ലിപിയിൽ നോട്ടൊക്കെ എഴുതി പഠിച്ചു. സുഹൃത്തുക്കളായിട്ട് 1-2-3-4 ആളും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ അവിടെയുള്ള തൊട്ടടുത്ത ട്യൂഷൻ സെന്ററിലൊക്കെ പോയി പഠിച്ചു. SSLC പാസ്സായി. അതോടൊപ്പം തന്നെ ചില ട്രേഡുകൾ അവിടെ നിന്ന് പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴ് ഏതാണ്ട് പിന്നെ നമ്മളെ ഈ കാഴ്ചയില്ലാത്ത ആളുകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു, ട്രെയിന് കയറുന്നു, ബസ് കയറി പോകുന്നു, വീട്ടിലേക്ക് പോകുന്നു. അത് കണ്ടപ്പോൾ എനിക്കും ഒരു ആത്മവിശ്വാസം കിട്ടി. ഞാനും പതുക്കെ ഒരു വൈറ്റ് കെയിൻ ഉണ്ട്. വൈറ്റ് കെയിൻ എന്ന് പറയുന്നത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെളുത്ത വടിയാണത്. അത് മടക്കി ബാഗിലൊക്കെ വെക്കാം. അതിന് ഒരു ട്രെയിനിങ് വേണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു ഊന്നുവടിയല്ല, നമ്മളൊരു ചൂണ്ടുവിരൽ പോലെ അത് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു അവസരം കിട്ടുമ്പോൾ കൂടുതലായിട്ട് പറയാം. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ഞാൻ പിന്നെ വീട്ടിലേക്ക് വരാനും പോകാനും എല്ലാം പരിശീലിച്ചു എന്നതാണത്. കാരണം അതൊരു റീഹാബിലിറ്റേഷൻ സെന്ററാണ്. പുനരധിവസിപ്പിക്കുക നമ്മളെ പോലെയുള്ള ആളുകളെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഇത്രയും കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രൈമറി സ്കൂളുകളിലൊക്കെ തന്നെ അന്നത്തെ ഈ മൂല്യനിർണ്ണയം അല്ലെങ്കിൽ ഇവാലുവേഷനും അന്നത്തെ പൊതുസമൂഹത്തിന്റെ അവസ്ഥയും കൂടി നമ്മളൊന്ന് അറിയണം. നമുക്കറിയാം, നമ്മളെ ഈ പാഠപുസ്തകത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പഴയ കാലങ്ങളിൽ ജാതിയുടെ പേരിലുള്ള തൊട്ടുകൂടായ്മ, അതുപോലെ തന്നെ നിറത്തിന്റെ പേരിൽ നമ്മളെ ദക്ഷിണാഫ്രിക്കയിലൊക്കെ ഉണ്ടല്ലോ, കറുത്തവൻ വെളുത്തവൻ, ഗാന്ധിജിയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ചതാണ്. അതുപോലെ തന്നെ ഭാഷ, അതുപോലെ തന്നെ പ്രദേശം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള അയിത്തം കൽപ്പിക്കുന്ന ഒരവസ്ഥ പണ്ടുണ്ടായിരുന്നു. ഇപ്പോ ഈ വയനാട്ടിലൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളുടെ ഭാഗമായി വീടൊക്കെ നഷ്ടപ്പെട്ട് മാറി താമസിക്കുന്നവരും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിലായി വന്നിട്ടുണ്ട്. എന്തായാലും 6ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തില് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് വിഭാഗം അതിലുണ്ടായിരുന്നു. ജാതി ആയാലും വേഷമായാലും പ്രദേശമായാലും. അതിൻ്റെയോടൊപ്പം തന്നെ ഈ പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിച്ച് മാറി താമസിക്കേണ്ട ആളുകളാണ്. കാരണം അവരെ പിന്നെ ആരും നോക്കാത്തൊരവസ്ഥ. അക്കൂട്ടത്തില് വൈകല്യമുള്ള ആളുകളും അത്തരത്തിൽപ്പെട്ടവർ തന്നെയാണ്. അന്ന് കുട്ടികള് കളിയാക്കും, ചിലപ്പം പൊട്ടെന്ന് വിളിക്കും, ചിലപ്പോൾ കണ്ണെന്ന് വിളിക്കും. ഇത് കണ്ടാൽ ചില അധ്യാപകർക്ക് പ്രതികരിക്കാം, ചിലപ്പോൾ ഒന്നും പ്രതികരിച്ചില്ല എന്ന് വരും. കാരണം അങ്ങനെയാണ് സമൂഹത്തിൽ. അത്തരം കുട്ടികളുടെ അടുത്തിരിക്കാൻ മടിയായിരിക്കും. നമ്മളെ BR അംബേദ്കറിന്റെ കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ട്. BR അംബേദ്കറൊക്കെ ഒരു പിന്നോക്ക ഒരു ജാതിയിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം വളർന്നു വന്ന സാഹചര്യം എല്ലാം നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാലോ. വലിയൊരു ഭരണഘടനാ ശില്പിയായി മാറി. അതൊക്കെ ആ ഒരു ജാതിയുടെ പേരിലാണെങ്കിൽ നമ്മൾ ഈ ഒരു വൈകല്യത്തിന്റെ പേരിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളാണ്. ഒരു അധ്യാപിക, ഞാനിങ്ങനെ എപ്പോഴും ക്ലാസ് എടുക്കുക, എല്ലാവരും കൂടി ഞാൻ ഇരിക്കുന്നുണ്ടാവും ബെഞ്ചിൽ. പക്ഷെ ഒരു അധ്യാപിക വന്നാൽ ആദ്യം തന്നെ ചെയ്യാൻ എന്നെ പിടിച്ചത് സൈഡ് ബെഞ്ചിൽ അവിടെ കൊണ്ട് ഇരുത്തും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, എന്തിനാവോ സൈഡ് ബെഞ്ചിൽ ഇരിക്കേണ്ട ആവശ്യമോ? ബെഞ്ചിൽ 4 ആളെ അല്ലെങ്കിൽ 5 കുട്ടികളൊക്കെ ഇരിക്കാൻ പറ്റും, അതിൽ കുട്ടികൾ അധികം ഒന്നും ഇരിക്കാറില്ല. പിന്നെന്തിനാവോ എന്നെ സൈഡ് ബെഞ്ചിൽ ഇരിക്കുന്നത്? ടീച്ചർ പറയുന്നത് വെച്ചാല്, നീ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ക്ലാസ്സിന്റെ സൈഡിൽ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്, അവിടെ ഇരുന്നോളണം. അതൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടോ എവിടെയെങ്കിലും? ഇന്ന് ഉണ്ടെങ്കിൽ വിവരം അറിയും, ബാലാവകാശവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അന്ന് അതില്ല. മാത്രമല്ല, നമ്മൾ കുട്ടികളെ കാര്യം എടുത്ത് നോക്കിയാൽ ഇന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ
സജീവമായി മൊബൈൽ ഫോണൊക്കെ ഉണ്ട്. നമ്മളെ കുട്ടികൾ വല്ലാതെ ആ അവസ്ഥയിലാണ്. കുട്ടികൾ വഴിതെറ്റിപ്പോയി, കുട്ടികളെ സ്വഭാവം മാറി, ക്ലാസ് ശ്രദ്ധിക്കുന്നത് ഒക്കെ ആണെങ്കിൽ പോലും ഒരു കാര്യത്തിൽ ഇന്നത്തെ കുട്ടികള് നമ്മളെ പോസിറ്റീവായിട്ട് കാണേണ്ടതുണ്ട്. അതായത് നമ്മളെപ്പോലെയുള്ള കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളത്, അത് ഇന്നത്തെ കുട്ടികൾക്ക് നല്ലോണം ഉണ്ട്. ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഇപ്പൊ ഇതാണല്ലോ എന്താ പറയാ, ഈ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ അല്ലെ, അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ സാധാരണ കുട്ടികളെ കൂടെ തന്നെ ഇരുന്ന് പഠിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ആരും തന്നെ അത്തരത്തിൽ കുട്ടികളെ സഹായിക്കുക എന്നല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കളിയാക്കലോ പരിഹസിക്കലോ ഒന്നുമില്ല. ഇപ്പൊ ഞാനും എൻ്റെ ഭാര്യയും ബ്ലൈൻഡാണ്. ഭാര്യ ടീച്ചറാണ്. ഭാര്യ ഇവിടെ തലശ്ശേരി പിണറായി AKG സ്കൂളിൽ. നമ്മളൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ടാൽ ബസ് സ്റ്റോപ്പിലൊക്കെ ഒരുപാട് കുട്ടികളുണ്ടാവും. വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ബസ് കയറ്റി തരും, ഓട്ടോറിക്ഷ കയറ്റി തരും, എന്താ വേണ്ട ചെയ്തു തരും. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ കുട്ടികൾ മറ്റെല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അങ്ങനെയാണെന്ന് പറയുകയാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഈ ദുർബലത അനുഭവിക്കുന്ന ആളുകളെ, കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ എന്തോന്നറിയില്ല, ആ കുട്ടികൾ നല്ലോണം സഹായിക്കുന്നുണ്ട്. റോഡ് ക്രോസ് ചെയ്യാനാണെങ്കിലും എന്തായാലും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ കുട്ടികൾ ആ പഴയ കുട്ടികളെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഗുണം എന്തുണ്ട്? അത് പിന്നെ സ്കൂളിൽ നിന്നുള്ള NSSന്റെ കുട്ടികളായാലും എന്തായാലും കുട്ടികൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പരിഹസിക്കലൊന്നുമില്ല, ഒന്നുമില്ല. അത് സമൂഹത്തിൽ ഉണ്ടായൊരു മറ്റൊരു മാറ്റാണത്. കുട്ടികൾ മാത്രമല്ല, മുതിർന്ന ആളുടെ എല്ലാം മാറ്റം വന്നിട്ടുണ്ട്. അത് നേരത്തെ അങ്ങനെ ആയിരുന്നില്ലായിരുന്നു. അത് ഞാൻ എന്നോട് കൂടെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ പഴയ കാലങ്ങളിൽ അങ്ങനെയായിരുന്നു അത്. അപ്പോൾ നമ്മളെ പിന്നെ പിറകിലിരിക്കുന്ന കുട്ടികൾ തോണ്ടുക, അല്ലെങ്കിൽ ഇങ്ങനെ വേദനിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു പണ്ടത്തെ അവസ്ഥ. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്. അതൊക്കെ കഴിഞ്ഞ് ഹൈസ്കൂളും കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോട് പോയി, പിന്നെ കോളേജിലേക്ക് പോയി. കോളേജിൽ ഞാൻ പ്രീ-ഡിഗ്രിക്ക് ഫറൂഖ് കോളേജിലായിരുന്നു കോഴിക്കോട്. അപ്പൊക്കെ ഒരുപാട് മാറ്റം വന്നു. ഫറൂഖ് കോളേജിലേക്ക് പ്രീ-ഡിഗ്രി കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരുപാട് നമ്മളെ പോലെയുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകും. കുറച്ചും കൂടി നമ്മളൊരു ആത്മധൈര്യം ഉണ്ടായി മനസ്സിന്. അപ്പോൾ ഇവരൊക്കെ പഠിക്കുന്നു, പാസ്സാവുന്നു കാണുന്നുണ്ടല്ലോ. ഡിഗ്രിക്ക് അവിടെ തന്നെയായിരുന്നു. PGക്ക് ഇവിടെ ബ്രണ്ണൻ കോളേജിലായിരുന്നു. അതിനുശേഷം BA ട്രെയിനിങ് കോളേജ് വടകര. അതിന് കഴിഞ്ഞ ശേഷം 2002 ഞാൻ അധ്യാപകനായിട്ട് ജോലിയിൽ കയറുന്നത്. അപ്പൊ ഈ പഠനകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടായി പ്രൈമറി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രൈമറി സ്കൂള് പഠിക്കുമ്പോൾ, അതുപോലെ ഹൈസ്കൂൾ പഠിക്കുമ്പോൾ. കോളേജിലേക്ക് എത്തുമ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല. അപ്പൊ അന്നേ എനിക്ക് മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഉയർന്ന നിലയിൽ എത്തണം എന്നുള്ള. അതിനുവേണ്ടി എന്ത് ത്യാഗവും ചെയ്യണം എന്നുള്ള ഒരു മനസ്സിലൊരു ദൃഢ നിശ്ചയമുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടെങ്കിൽ എത്തും എന്തായാലും. നേരത്തെ ഇവിടെ സ്വാഗത പ്രഭാഷണത്തില് ഹെലൻ കെല്ലറിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ. ഹെലൻ കെല്ലർ തന്നെയാണ് അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് പറയാനുള്ളത്. 6 വയസ്സില് പിന്നെ കാഴ്ചയില്ല, കേൾവിയില്ല, സംസാരമില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥ കുട്ടിയെ എന്ത് ചെയ്യണമെന്ന് കുട്ടിയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരു ഹാനി സള്ളിവൻ എന്ന് പറഞ്ഞ ടീച്ചർ ഈ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി വന്നത്. ഹാനി സള്ളിവന് തുടക്കത്തിലൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം കുട്ടി വയലന്റ് ആകുകയാണ്, എല്ലാം എടുത്തെറിയുക. അപ്പൊ ഒരു കാര്യത്തിൽ പഠിപ്പിക്കാൻ കഴിയുന്നത് അവസാനമാണല്ലോ. പിന്നീട് ഹാനി സള്ളിവൻ പറഞ്ഞ എന്താന്ന് പറഞ്ഞാല്, നിങ്ങൾ അച്ഛനെ, അതായത് ഹെലൻ കെല്ലറിന്റെ മാതാപിതാക്കളോട് പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ, ഈ കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്കണം. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഇത് നടക്കൂല. കുറച്ചു കാലം എൻ്റെ അടുത്ത് ഈ കുട്ടിയെ വിട്ടു തരണമെന്ന്. അപ്പൊ ഇത് കേട്ടപ്പോ
നമ്മളെ ഹെലൻ കെല്ലറിന്റെ രക്ഷിതാക്കള് വലിയൊരു പ്രയാസമായിരുന്നു ഈ കുട്ടി എങ്ങനെ വിട്ടുകൊടുക്കുക എന്നുള്ളത്. ഏതായാലും അതിൻ്റെ അടുത്തുള്ള ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ആ കുട്ടിയെ അവിടെ കൊണ്ടുപോയി. അവിടെ ഈ ടീച്ചർമാർ ആരുമില്ല. പൈപ്പിന്റെ അടുത്ത് കൊണ്ടുപോയി വെള്ളം കാണിച്ചു, വാട്ടർ എഴുതി കൊടുത്തു, ഡോള് കാണിച്ചു, ഡോളിന് എഴുതി കൊടുത്തു. ഇതെല്ലാം പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടിട്ടാണ് പിന്നീട് ലോകപ്രശസ്തിയായ ഒരു വനിതയായി മാറിയ ഒരു ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു ദൃഢനിശ്ചയം ഉണ്ടാകണം. അതായത് നമ്മൾ തളരാൻ പാടില്ല എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമുക്ക് അത് മറികടക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ തരുന്ന ഒരു പാഠം. എൻ്റെ ഉപ്പ എൻ്റെ കൈ പിടിച്ച്, ഞാൻ പറഞ്ഞല്ലോ, ഫറൂഖ് കോളേജിൻ്റെ അകത്ത് ട്രെയിനിങ് സെന്ററിലേക്ക് കൊണ്ടുപോയപ്പോ അവിടെ ഒരു സൂപ്രണ്ട് ഉണ്ട്. സെന്ററിന്റെ ട്രെയിനിങ് സെന്ററിന്റെ സൂപ്രണ്ടാണ് സത്യശീലൻ മാഷ്. പാലക്കാട് ആണ് മാഷിന്റെ വീട്. അദ്ദേഹം എന്നോട് കുറേ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. സാറിന്റെ കയ്യിലൊരു വാച്ച് ഉണ്ടായിരുന്നു. വാച്ച് തുറന്ന്, ബ്രെയിൽ വാച്ചാ, തുറന്ന് 12:20 സമയം പറഞ്ഞപ്പം തന്നെ എൻ്റെ ഉപ്പ വലിയൊരു അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ എന്നെ അവിടെ ചേർത്ത് ഞാൻ പിന്നീട് ബ്രെയിൽ പഠിച്ചൊക്കെ കണ്ടു. വലിയൊരു സന്തോഷമായി. ഇപ്പോ ഏതാണ്ട് 23-23 വർഷമാണ് അധ്യാപകനായി ജോലി ചെയ്യുന്നത്. അപ്പൊ അതിലുള്ള ചില അനുഭവങ്ങൾ കൂടി പറയാം. തുടക്കത്തില് കാഴ്ചയുള്ള കുട്ടികളെയാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും തുടക്കത്തില് അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും എന്തായാലും. കാരണം ഈ 12, 13, 14, 15 വയസ്സുള്ള പ്രായമുള്ള കുട്ടികളെ ഒരു 45 മിനിറ്റ് ക്ലാസ്സിൽ അടക്കി ഇരുത്തുക എന്ന് പറയുന്നത് ഒരു ചില്ലറ പരിപാടിയല്ല. കുറച്ച് ശ്രമകരമായ ഒരു ജോലിയാണത്. അപ്പൊ തുടക്കത്തിലൊക്കെ ഈ കുട്ടികളെ ഇരുത്തുന്ന കാര്യത്തിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്കിതൊരു വിഷയമല്ല. കുട്ടികള് വളരെ നന്നായിട്ട് ക്ലാസ്സിലിരിക്കും. കൂടിയ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ ശബ്ദം ഉണ്ടാക്കാത്ത രീതിയിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേത് എന്തെങ്കിലും എഴുതുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് വേറെ കുട്ടികൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അവരെ പിടിക്കാൻ പറ്റും. അപ്പോ ഇപ്പൊ അത്ര ഒരു വിഷയമല്ല. ഇപ്പോ വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇപ്പോ ഒരു അധ്യാപകനുമാണ്. അതോടൊപ്പം തന്നെ കാഴ്ചയില്ലാത്ത അവർക്കായുള്ള ഒരു സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കൂട്ട് ചേർത്ത് അതും കൂടി ഒന്ന് പറയാന്ന് വിചാരിക്കുന്ന. 1967 ഈ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. ആ സംഘടനയിൽ അംഗമാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന കോഴിക്കോട് റഹ്മാനിയ സ്കൂളിലും കോഴിക്കോട് കുണ്ടായിത്തോട് സ്കൂളിലും പോയ സമയത്താണ്. 1967 കാഴ്ചയില്ലാത്തവർക്കായുള്ള ഒരു സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. എന്തിനാണെന്നറിയോ? അത് കേരളത്തിലെ കാഴ്ചയില്ലാത്ത ആളുകളുടെ വിദ്യാഭ്യാസം, തൊഴില്, സാമൂഹികം, സാമ്പത്തികം തുടങ്ങിയ പുരോഗതികൾ, സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസമായ പുരോഗതികൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 67 രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ ആ 67 കാലഘട്ടത്തില് കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, കാഴ്ചയില്ലാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ 2, 3, 4 ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂൾ ഉണ്ട്. ഒന്ന് കാസർഗോഡ്, ഒന്ന് തൃശ്ശൂര്, ഒന്ന് കോട്ടയം, ഒന്ന് തിരുവനന്തപുരം. അവിടെ 7ാം ക്ലാസ് വരെ പഠിച്ചോളാം. അത് കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് പഠിക്കാനുള്ള സംവിധാനം ഇല്ല അന്ന്. പിന്നെ തുടർന്ന് പഠിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഗവൺമെന്റിന്റെ സ്പെഷ്യൽ ഓർഡർ വേണം. അപ്പൊ എൻ്റെ പൂർവികരായിട്ടുള്ള ആളുകളൊക്കെ പഠിച്ചത് അങ്ങനെയാണ്. ഗവൺമെന്റിന്റെ സ്പെഷ്യൽ ഓർഡർ ഉണ്ടെങ്കിൽ 8ാം ക്ലാസ്, 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സിലും പഠിക്കാൻ കഴിയും. പിന്നെ അന്നത്തെ ഇവർക്ക് ഈ കാഴ്ചയില്ലാത്തവർക്കുള്ള ഒരു ജോലി എന്താ? ഒന്നുമില്ല. ഈ ഞാൻ പറഞ്ഞ 2, 3, 4 സ്കൂളുകൾ ഉണ്ടല്ലോ, ബ്ലൈൻഡ് സ്കൂൾ അധ്യാപകനാകാനുള്ള അതിന്റെ ട്രെയിനിങ് പോലും കേരളത്തിലില്ല. അന്ന് കൽക്കത്തയിൽ പോയിട്ട് ട്രെയിനിങ് എടുക്കണം. അതാണ്. ഓഡിബിൾ അല്ലേ? പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ?
യെസ് സാർ, ഓഡിബിൾ ആണ്, കേൾക്കുന്നുണ്ട്. അപ്പോഴേ അപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഈ സംഘടന രൂപീകരിക്കുന്നത്, അപ്പൊ ഈ സംഘടനയുടെ നിരന്തരമായ ഇടപെടൽ, കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ ഇടപെടലിന്റെ ഭാഗമായാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 7ാം ക്ലാസ്സിന് ശേഷം പഠിക്കണമെങ്കിൽ സ്പെഷ്യൽ ഓർഡർ വേണം, അത് ഒഴിവായി. 8ാം ക്ലാസ്സിൽ പഠിക്കാം, 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും കോളേജിലും എല്ലാം പഠിക്കാൻ കഴിയും. സാധാരണ കുട്ടികളെ പോലെ തന്നെ പോവാം, അതിനൊന്നും ഒരു തടസ്സമില്ല. അത് ഈ നമ്മളെ ഈ സംഘടന സമരം ചെയ്ത് നേടിയെടുത്ത കാര്യങ്ങളാണല്ലോ. മാത്രമല്ല, എല്ലാ ജോലിയും നമുക്ക് PSC റിസർവേഷൻ തന്നിട്ടുണ്ട്, 4% റിസർവേഷൻ ഉണ്ട്, അധ്യാപക മേഖലയിലുണ്ട്, അതുപോലെ തന്നെ ക്ലറിക്കലായിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പിന്നെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഒരു സംഘടനയുടെ ഒരു ഇടപെടലും പ്രവർത്തനത്തിന്റെയൊക്കെ ഫലമായിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു നിലയിലെത്തിയതിനെ സംഘടനയുടെ ഈ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട്, ഞങ്ങളുടെ സംഘടനയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ ഈ ഞാനൊരു അധ്യാപകനായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞ തന്നെ ഈ ഒരു കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറഞ്ഞൊരു സംഘടന ഉള്ളത് കൊണ്ട് തന്നെയാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൽ എന്നെ പോലെയുള്ള 6000-ഓളം മെമ്പർമാരാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. 6000-ഓളം മെമ്പർമാരുണ്ട്. 75% മേലെ കാഴ്ച വൈകല്യമുള്ള ആളുകൾക്കാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. ഈ ഒരു സംഘടനയുടെ പ്രത്യേകത എന്താണെന്ന് വേറെ ആരുമില്ല, നമ്മൾ മാത്രം തന്നെയാണ്. ഇതിന്റെ ഭാരവാഹികളും എല്ലാം നമ്മൾ തന്നെയാണ്. ഒരു ട്രഷറർ മാത്രമേ ഒരു സൈറ്റഡ് ആയിട്ടുള്ള ആളുണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ തന്നെയാണ്. അപ്പൊ ഇതിന് നമ്മുടെ സംസ്ഥാന നമ്മളെ ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്തുണ്ട്, എല്ലാ ജില്ലാ തലങ്ങളിലും ഓഫീസുണ്ട്. നമുക്ക് 2 സ്പെഷ്യൽ സ്കൂൾ, എയ്ഡഡ് സ്പെഷ്യൽ സ്കൂൾ ഉണ്ട്, ഇടുക്കിയിലും പാലക്കാടും. 2 ട്രെയിനിങ് സെന്റർ ഉണ്ട് നമുക്ക്, എറണാകുളം പോത്താനിക്കാട് വനിതകൾക്കും, അതുപോലെ തന്നെ കോഴിക്കോട് പുരുഷന്മാർക്കും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്പെഷ്യൽ സ്കൂൾ പഠിപ്പിക്കാനുള്ള ഒരു ട്രെയിനിങ് നേരത്തെ കൽക്കത്തയിലൊക്കെ ആയിരുന്നു, ഇപ്പോ പാലക്കാടും ഉണ്ട്. അതുപോലെ പിന്നെ ഒരുപാട് പ്രോജക്റ്റുകൾ, ബ്രെയിൽ ബുക്ക് പ്രസ് ഉണ്ട് നമുക്ക്, കണ്ണൂരുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ആവശ്യമായ പാഠപുസ്തകങ്ങൾ ബ്രെയിൽ പ്രിന്റ് ചെയ്യാനുള്ള പ്രസ്, ഓഡിയോ ബുക്കുകൾ, അതുപോലെയുള്ള മറ്റ് ട്രെയിനിങ് എല്ലാം പിന്നെ ഈ നമ്മുടെ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഇപ്പം നടത്തുന്നുണ്ട്. ഞാനൊക്കെ ഡിഗ്രി കഴിഞ്ഞ് സമയത്താണ് എല്ലാ യൂണിവേഴ്സിറ്റികളും തീരുമാനിച്ചു കാഴ്ചയില്ലാത്ത ആളുകൾ B.Edന് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അവരുടെ പ്രോസ്പെക്ടറിൽ തന്നെ പറയുന്നുണ്ട്, ബ്ലൈൻഡ് ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കാലിക്കറ്റ്, ഗാന്ധി, കേരള യൂണിവേഴ്സിറ്റിയിലെല്ലാം തന്നെ സമരം ചെയ്തിട്ടാണ് ഈ B.Ed നമുക്കും കൂടി അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. അതിന്റെ ഭാഗമായിട്ടാണ് പല ആളുകളും ഇപ്പം B.Ed എടുത്ത് എയ്ഡഡ് സ്കൂളും കൂടി നമുക്ക് റിസർവേഷൻ വന്ന്, ഇപ്പൊ ഗവൺമെന്റ് സ്കൂൾ മാത്രമല്ല എയ്ഡഡ് സ്കൂളും കൂടി. അതുകൊണ്ട് ഇപ്പൊ ഒരു കാഴ്ചയില്ലാത്തൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവന് സ്കൂളിൽ പഠിക്കുന്നു, പിന്നെ ട്രെയിനിങ് കഴിയുന്നു, പിന്നെ കോളേജിൽ പഠിക്കുന്നു, പിന്നെ അവനക്ക് PSC ആയിട്ട് ഗവൺമെന്റ് ജോലി കിട്ടാം, അതുപോലെ എയ്ഡഡ് സ്കൂൾ കിട്ടാം, എല്ലാം കിട്ടാം, ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ ആണെങ്കിൽ പോലും സമൂഹത്തിന്റെ മാറ്റം പൂർണ്ണമായും മാറി എന്ന് പറയാനായിട്ടില്ല. അതാണ് ഏറ്റവും വലുത്. ഒരു പ്രയാസം എന്ന് പറയുന്നത് അതാണ്. മുമ്പത്തെ കാലം കുറെയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പം പൊതുസമൂഹത്തിന്റെ ഇടയിൽ കാഴ്ചയില്ലാത്ത ആളുകളെ അവൻ എത്ര ഉയർന്ന പദവി ഉണ്ടായാലും അവനൊരു തൊട്ടുകൂടായ്മ കാണിക്കുന്നത് സാഹചര്യം കേരളത്തിന്റെ ചില ഭാഗങ്ങളിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. കൈപിടിക്കാൻ മടിയുള്ളവരുണ്ടാവും, സംസാരിക്കാൻ മടിയുള്ളവരുണ്ടാവും, ഇങ്ങനെയുള്ളവർ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ബോധവൽക്കരണം നമ്മൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 15 മറ്റന്നാള് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്.
ഞാൻ വെറുതെ ചോദിച്ചു, ഞാൻ ഇത്രയും നേരം സംസാരിച്ചില്ല, അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അറിയാമെന്ന് വെച്ചോട് എന്താണ് ഈ ഒക്ടോബർ 15 ഒരു പ്രാധാന്യം എന്ന് പറയാൻ പറ്റുമോ? ആരെങ്കിലും മൈക്ക് ഓൺ ആക്കിയിട്ട് എന്താണ് ഈ കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒക്ടോബർ 15 ഒരു പ്രാധാന്യം എന്താ? ആർക്കും അറിയില്ല. ബ്ലൈൻഡ് ഡേ ആണോ? ബ്ലൈൻഡ് ഡേ കഴിഞ്ഞു. ബ്ലൈൻഡ് ഡേ എന്ന് പറയുന്ന ഒക്ടോബറിലെ 2ാമത്തെ വ്യാഴാഴ്ച വേൾഡ് സൈറ്റ് ഡേ. വേൾഡ് സ്റ്റുഡൻസ് ഡേ ആണ് സർ. 2ാമത്തെ ഇതിപ്പോ 15 എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേൾഡ് വൈറ്റ് കെയിൻ ഡേ എന്നാ പറയുന്നത്. വേൾഡ് വൈറ്റ് കെയിൻ ഡേ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള ആ വെളുത്ത വടി, ഇത് പൊതുജനങ്ങളുടെ ഗവൺമെന്റിന്റെ ഇടയിലും ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ലോകമെമ്പാടും 1964 മുതൽ ആചരിക്കുന്നതാണ്. ഏതായാലും മറ്റന്നാളാണല്ലോ ഈ വൈറ്റ് കെയിൻ ഡേ. അപ്പൊ 2 വാക്ക് അതിനെക്കുറിച്ച്. കാരണം ഈ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ ഒരു ജില്ലാ പ്രസിഡന്റാണ് ഞാൻ, കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ കൂടി പറയാതെ പോകുന്നത് ശരിയല്ല. അതായത് 1920 ജെയിംസ് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്, ജെയിംസ് ബിക്സ്. ജെയിംസ് ബിക്സ് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. സുപ്രഭാതത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് കാഴ്ച പോയി. അദ്ദേഹത്തിന് ഒരടി പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അദ്ദേഹം ഒരു വടിയെടുത്ത് എന്നിട്ട് നടക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള വസ്തുക്കളൊക്കെ തന്നെ തട്ടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ അത് ആളുകൾക്ക് ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിനെ വെള്ള കളറാക്കി, വെളുത്ത കളർ. അതെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ 1930 ആയപ്പോ അമേരിക്കയിലെ ലാൻസ് ക്ലബ്ബ് കുറച്ചും കൂടി പരിഷ്കരിച്ചിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കെയിനാക്കി മാറ്റി. അതിനുശേഷം റിച്ചാർഡ് ഹുവേ അദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ 2ാം ലോകമഹായുദ്ധം നടക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് കാഴ്ചയില്ല, കാലില്ല, കൈ, ഒരുപാട് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഒരു സന്നദ്ധ പ്രവർത്തകനാണ് അദ്ദേഹം. ഈ വൈറ്റ് കെയിൻ കുറച്ചും കൂടി നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ശേഷമാണ് 1964 അമേരിക്കൻ പാർലമെന്റ് ഒക്ടോബർ 6 അമേരിക്കൻ പാർലമെന്റ് പാസ്സാക്കിയത് ഒക്ടോബർ 15 എല്ലാ വർഷം വേൾഡ് വൈറ്റ് കെയിൻ ഡേ. നിങ്ങൾ മറ്റേ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും വൈറ്റ് കെയിൻ. വൈറ്റ് കെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചൂണ്ട് വിരൽ പോലെയാണ്. സാങ്കേതിക വിദ്യയിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ കെയിന് നമുക്ക് വലിയൊരു ഉപയോഗമാണ്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ട്രാഫിക് നിയമത്തിൽ ഇപ്പോഴും വൈറ്റ് കെയിൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ വൈറ്റ് കെയിന് കണ്ട് ക്രോസ് ചെയ്യുമ്പോഴേ അത് വാഹനങ്ങൾ നിർത്തണം, അഥവാ തട്ടിയിട്ടുണ്ടെങ്കിൽ കേസാവും. ഇവിടെയും നിർത്താറൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും നമ്മളെ നിയമത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതാണ്. പിന്നെ അതാ പറയുക, ഞാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനുവരി 4 മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതിവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാവോ? ജനുവരി 4 അറിയില്ല? ജനുവരി 4 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് കേൾക്കുന്നുണ്ടോ? വേൾഡ് ബ്രെയിലി ഡേ അല്ലേ? ഓക്കെ വെരി ഗുഡ്. വേൾഡ് ബ്രെയിൽ ഡേ. അതായത് നമ്മുടെ ബ്രെയില് കണ്ടുപിടിച്ച മഹാനായ ലൂയി ബ്രെയിൽ ഒരാളെ പേരാണ്. ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു അവസരം തരുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നാലും കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകാൻ വെച്ചിട്ടാണ്. ഈ ലൂയി ബ്രെയിൽ ഫ്രാൻസിലാണ്. അദ്ദേഹത്തിന്റെ അച്ഛന് എന്താ ജോലി എന്നറിയോ? ഈ തുവല് കൊണ്ട് ബാഗ്, മറ്റേ ചെരുപ്പൊക്കെ നിർമ്മിക്കുന്ന ഒരാളാണ്.
ലെതർ വർക്ക്. ഇപ്പൊ ഈ 6 വയസ്സായ സമയത്ത് ഈ ലൂയി അദ്ദേഹത്തിന്റെ പണിശാലയിൽ പോയിട്ട് അച്ഛൻ ചെയ്യുന്ന പോലെ സൂചി നൂലൊക്കെ എടുത്ത് തുന്നാൻ ശ്രമിച്ചപ്പോ ആ സൂചി കണ്ണിലേക്ക് തെറിച്ചു. ഒരു കണ്ണിന്റെ കാഴ്ച അങ്ങ് പോയി. പിന്നെ ചികിത്സിച്ചു, ഒന്നും കഴിഞ്ഞില്ല. രണ്ടാമത്തെ കാഴ്ചയും പോയി, പൂർണ്ണമായും ബ്ലൈൻഡായി. അപ്പൊ അദ്ദേഹം മനസ്സിൽ കരുതി നമുക്ക് ഉള്ള ഒരു ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ, അതിനു വേണ്ടിയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ള ഒരു ശ്രമം നടത്തി. അപ്പൊ അന്ന് ഫ്രാൻസിലെ പട്ടാളക്കാരിടയിലൊരു എഴുത്ത് വിദ്യയുണ്ട്. ഈ രാത്രികാലങ്ങളില് പട്ടാളക്കാര് ഒരു പേപ്പറിൽ കുറെ കുത്തുകൾ എഴുതിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് ഒരു സമ്പ്രദായമുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് 6 കുത്തും കൊണ്ട് മുഴുവൻ അക്ഷരങ്ങളും എഴുതാൻ പറ്റുന്ന ഒരു ലിപി അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹം കണ്ടുപിടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോഴും എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ആ ലൂയി ബ്രെയിലിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരു ദിവസം കൂടുതലായിട്ട് പറയാനുള്ളത്. ഇപ്പോഴും നമ്മൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ആ ബ്രെയിലി എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സാധനമാണ്. നമ്മളിപ്പോ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ കുറച്ച് പോയിന്റ്സ് എല്ലാം ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കൈമൽ വെക്കാം. എന്നിട്ട് അതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ പറയാം. കുട്ടികൾക്ക് തന്നെ ഭയങ്കര അത്ഭുതമാണ് അത്. നമ്മള് ഒരു കേൾക്കുന്ന പോലെയല്ല, നമ്മുടെ സ്വന്തം വിരൽ കൊണ്ട് സ്പർശിച്ച് വായിക്കുമ്പോൾ നിങ്ങൾ കണ്ണുകൊണ്ട് വായിക്കുന്ന അതേ അനുഭൂതിയാണ് അത് സംഭവം. അതായിരുന്നത്. ഒരു കാഴ്ചയില്ലാത്ത ഒരാള് ബ്രെയില് പഠിച്ചില്ല എന്ന് പറയുന്നത് വലിയ നഷ്ടമാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് എങ്ങനെ എഴുതുന്നുള്ളത് മറ്റൊരു ദിവസം കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെ എഴുതുന്നു, എങ്ങനെ വായിക്കുന്നു എന്നുള്ളത്. അതാണ് പറയുന്നത്. അതാണ് ബ്രെയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്നു, ഞാൻ പറയാം. തീർച്ചയായും സാർ, ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ ഇത്രയും നേരം നല്ല കേൾവിക്കാരായിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഒരുപാട് പേരുണ്ട്, നമുക്കിപ്പോ ലൈവില് ഒരുപാട് പേരുണ്ട് സാറിന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവര്. ഇപ്പൊ നമ്മുടെ ഈ എജുമി എന്ന് പറയുന്ന സ്ഥാപനത്തില് സാറ് പറഞ്ഞ പോലെ തുടർ പഠനം നഷ്ടപ്പെട്ടു പോയിട്ട് എവിടെ ഉള്ളത് എന്നറിയില്ല. അങ്ങനെ വർഷങ്ങളോളം കാത്തിരുന്നിട്ടൊക്കെ അറിഞ്ഞതാണ് എജുമിനെ പറ്റിയിട്ടൊക്കെ പലരും. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവസരം കിട്ടിയിട്ട് വന്ന സ്റ്റുഡൻസ് ആണ് ഈ എജുമിയിലുള്ളത്. അവർക്ക് സാറിന്റെ വാക്കുകൾ വളരെ അധികം റിലേറ്റ് ചെയ്യാൻ പറ്റും. അത്രയും ഇൻസ്പയർഡ് ആയിട്ട്, മോട്ടിവേറ്റഡ് ആയിട്ടാണ് അവർ ആ വാക്കുകളെ, ഞാനടക്കമുള്ള എല്ലാവരും ആ വാക്കുകളെ എല്ലാം സ്വീകരിക്കുക. സാറിന്റെ വാക്കുകളൊക്കെ ഒരുപാട്, എന്താ പറയാ, അത്രയും നമുക്ക് മറക്കാൻ പറ്റില്ല. അത്രയും ഓരോ കാര്യങ്ങൾ ഇപ്പൊ കാഴ്ചയില്ലാത്തവർ നമുക്ക് ചുറ്റും ഉണ്ടാവാം. നമ്മുടെ വീട്ടില്, കുടുംബത്തില്, സമൂഹത്തില്, സുഹൃത്തുക്കളിലും ഒക്കെ ഉണ്ടാവാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഒരുപാട് ഒരുപാട് അറിവുകൾ സാറ് പറഞ്ഞതിലൂടെ നമുക്ക് കിട്ടി. ഇപ്പൊ ബ്രെയിൽ ലിപി അത് കാഴ്ച പരിമിതി ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് നമുക്കറിയാം. പക്ഷെ അതിങ്ങനെ വെറും 6 ഡോട്ട് ഇട്ടിട്ട് മാത്രമുള്ളതാണ്. അതൊക്കെ പുതിയൊരു അറിവാണ്. അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ആ ഒരു ഒരുപാട് അറിവ് നമുക്ക് കിട്ടി. തീർച്ചയായും നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇവിടെ. സാറിനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ. ഇപ്പൊ സാറ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിലുള്ള നമുക്ക് ചോദിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു ഓൺലൈൻ ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സെഷൻ ആയ കാരണം എല്ലാവരും കൂടി ഓഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ നോയ്സിന്റെ പ്രശ്നമൊക്കെ വരും. നമുക്ക് ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. സാറിനോട് ഒരുപാട് സംശയങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കാന്. നമുക്ക് ഒരു കാര്യം കൂടി ഞാനൊന്ന് പറയട്ടെ. അതായത് എനിക്ക് ഓർമ്മ വന്നത്, കാരണം അത്തരത്തിലുള്ള രക്ഷിതാക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളെ, പിന്നെ ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളേതോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പാരന്റ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മള് പിന്നെ അധികം ആഗ്രഹിക്കുന്നത് ഈ സാധാരണ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്താൻ എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ പാരന്റ്സിനോട് ചെറിയൊരു ഡിസേബിലിറ്റി, ചെറിയൊരു സൈറ്റ് കുറവ് ഇങ്ങനത്തെ ആണെങ്കിൽ ജനറൽ സ്കൂളിൽ പോവുക. പക്ഷേ തീവ്ര വൈകല്യമുള്ള കുട്ടികളെ ദയവ് ചെയ്തത് നമ്മൾ സ്പെഷ്യൽ സ്കൂൾ കൊണ്ടുപോയാണെങ്കിലുണ്ടല്ലോ കുട്ടി രക്ഷപ്പെടും. പക്ഷെ നമ്മൾ ഈ സ്പെഷ്യൽ സ്കൂളിന്റെ കാര്യം പറയുമ്പോഴുണ്ടല്ലോ പല രക്ഷിതാക്കളും പിന്നെ അവിടെ നിന്ന് അതെന്തോ ഒരു എവിടെയോ കൊണ്ടുപോയി ചേർത്തുന്ന മാതിരി അവര് നമ്മളടുത്ത് പിന്നെ പ്രതികരിക്കൂല. നമ്മൾ എത്ര പറയും, നമ്മൾ ഈ ബ്രെയിലി എന്ന് പറഞ്ഞാൽ ഇന്ന് അയ്യോ എൻ്റെ കുട്ടിയെ ബ്രെയില് പഠിപ്പിക്കണ്ടെന്ന് പറയുന്ന ചില ആളുകളുണ്ട്.
അവർ വിചാരിക്കും ഇതെന്തോ വേറെന്തോ ഒരു എന്താ പറയാ ഒരു വല്ലാത്തൊരു എന്തോ സംഭവമാണെന്നറ്റ അവരെ വിചാരം രക്ഷിതാക്കള്. സ്പെഷ്യൽ സ്കൂൾ ഒരിക്കലും ചേർത്തൂല എന്ന് പറയുന്ന ആളുകളുണ്ട്. സ്പെഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സാധാരണ സ്കൂൾ പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ്. പ്രത്യേകം നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുള്ള അധ്യാപകരാണ് അവിടെ ഉള്ളത്. കോഴിക്കോട് ബ്ലൈൻഡ് സ്കൂൾ 2-3 ഉണ്ട്, മറ്റു സ്കൂളുകളും ഉണ്ട്. നമ്മള് കുറച്ച് തീവ്ര വൈകല്യമുള്ള കുട്ടികളുണ്ടാവല്ലോ, കൂടുതലായി അത് ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ, അത് ഡഫിന്റെ കാര്യമായാല് നമ്മൾ അവിടെ ഒരു 3, 4, 5, 6 വർഷം അവിടെ ചേർത്തി കഴിഞ്ഞാൽ തീർച്ചയായും രക്ഷപ്പെടും. അതുകൊണ്ട് ഈ സ്പെഷ്യൽ സ്കൂള് നിങ്ങൾ ഒരു എന്തെങ്കിലും ഒരു എന്താ മാനസിക രോഗികളെ കൊണ്ടുപോകുന്ന ആശുപത്രിയോ അല്ലെങ്കിൽ ജയിലോ ആ രീതിയിലൊന്നും ഒരിക്കലും കാണാൻ പാടില്ല. കാരണം നമ്മളെ രക്ഷിതാക്കൾക്ക് ഒരു ബോധവൽക്കരണത്തിന്റെ ഒരു കുറവാണ് തോന്നുന്നുണ്ട്. എന്ത് കഴിഞ്ഞാലും ഇപ്പൊ ഞാൻ തന്നെ എന്റെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രത്യേക വിദ്യാലയം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എന്റെ മാതാപിതാക്കൾക്ക് അതെയോ അതെല്ലാം അവിടെ പോയി പഠിക്കുന്നതിൽ ബുദ്ധിമുട്ടാണ്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു തോന്നലായിരുന്നു. പക്ഷെ പിന്നീട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. അതാണ് സംഭവം. ഓക്കെ, ഇനി പറഞ്ഞോ, ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞല്ലോ. ഓക്കെ സാർ, ഒരുപാട് കുട്ടികൾ ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കാൻ ഒരു സന്തോഷമുള്ള കാര്യം, സാറ് പഠിപ്പിച്ച കുട്ടികൾ വരെ നമ്മള് ഇപ്പൊ ഈ എജുമിയിൽ പഠിക്കുന്നുണ്ട്. സാറിന്റെ ഒരു മീറ്റ് ഉണ്ട് പറഞ്ഞപ്പോ തന്നെ വളരെ സന്തോഷത്തോടെ വളരെ അഭിമാനത്തോടെ തന്നെ അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ പഠിപ്പിച്ച സാറാണെന്നുള്ളത്. അവരും ഉണ്ട് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പില്, നമ്മുടെ ഈ ഒരു എജുമി ടീമില് സ്റ്റുഡൻസ് ആയിട്ട് അവരും ഉണ്ട്. ഓക്കെ, ആർക്കെങ്കിലും സാറിനോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഹലോ സർ. ഓക്കെ, പറഞ്ഞോ. സർ ഇപ്പൊ പറഞ്ഞില്ലേ ബ്ലൈൻഡ് എന്ന് അറിയുന്ന കുട്ടികളല്ലേ ഇങ്ങനെ സ്പെഷ്യൽ സ്കൂള്, അവർക്ക് ആ സ്കൂളല്ലേ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്താഗതി അവരെന്താ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെന്താ സംഭവം എന്നറിയോ? ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് ബ്ലൈൻഡ് സ്കൂൾ 7 വർഷം പഠിച്ചാലുണ്ടല്ലോ, അവര് നിത്യജീവിതം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ബ്രെയിലും പഠിച്ചും പുറത്തിറങ്ങും. പക്ഷേ നമ്മുടെ ചില രക്ഷിതാക്കള് അത്തരത്തിലുള്ള കുട്ടികളെ കൂടെ ഇരുത്താനൊരു മടിയാണ് കാണിക്കുന്നത്. സാധാരണ കാഴ്ച പഠിച്ചോ ഇല്ലെന്നല്ല, സാധാരണ കുട്ടികളെപ്പോൾ തന്നെ യൂണിഫോം ഒക്കെ ഇട്ട് ഓട്ടോറിക്ഷയിലേക്ക് ഇട്ട് ഷൂ എല്ലാം ഇട്ട് താഴെ കൊണ്ട് ഇരുത്തിയാൽ മാത്രം മതി. ബാക്കി കുട്ടിയുടെ ഭാവിയൊന്നും ആ കുട്ടികൾ നോക്കുന്നില്ല. പക്ഷെ ഈ രക്ഷിതാക്കൾ പിന്നീട് കുറെ കാലം കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടി ഒറ്റപ്പെടുന്നുള്ള കാര്യം രക്ഷിതാക്കൾ അറിയുന്നില്ല. ഞാൻ ഈ കൂടുതൽ പറഞ്ഞ ഒരു ഫറൂഖ് കോളേജിൽ എൻ്റെ 2 സുഹൃത്തുക്കളാണ്. ഇംഗ്ലീഷിന്റെ പ്രൊഫസറാ ഹബീബ് അക്ബർ, നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, നമ്മുടെ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ പ്രസിഡന്റാ വയനാട്. അത് ചെറുപ്പം മുതലേ ബ്ലൈൻഡാ. അവർ റഹ്മാനിയ സ്കൂളാണ്, ഞാനുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അവരാണ് ഇപ്പോൾ പ്രൊഫസർമാർ. ഫറൂഖ് കോളേജിൽ ഇംഗ്ലീഷിന്റെ അധ്യാപകരാണ്. ഒന്ന് ഹബീബ്, 2 ഇരട്ട കുട്ടികളാണ്. ഒന്ന് മലപ്പുറം ഗവൺമെന്റ് കോളേജിലാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെന്നറിയോ, ഈ സ്പെഷ്യൽ സ്കൂൾ ചേർത്തി കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും എത്തും, ഉറപ്പാണ്. ഓക്കെ, പറഞ്ഞോ. ഗുഡ് ഈവനിങ് സർ. ഓക്കെ, ഗുഡ് ഈവനിങ്. ഞാൻ BA ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. പിന്നെ സാറിന്റെ വാക്കുകള്, ജീവിതകഥയൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു പ്രചോദനാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, സാറ് പഠിച്ച ഒരു കാലത്തും ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു കാലത്തുള്ള ആ ഒരു ജനസമീപനത്തിനെ കുറിച്ച് സാർ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു ടെക്നിക്കൽ പരമായിട്ട് അന്നും ഇന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? അതോ അന്നത്തെ അതേ ഒരു പിന്നെ ആ ബ്രെയിലി ലിപി കാര്യങ്ങളൊക്കെ അന്നുള്ള അതേപോലെ തന്നെയാണോ ഇപ്പോഴും, അതോ ഈ മേഖലയിലും പുരോഗതി വന്നിട്ടുണ്ടോ? ഒരുപാട് പുരോഗതികൾ. അതാണല്ലോ ഞാൻ മറ്റൊരു അവസരം കിട്ടുമ്പോൾ പറയാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിൽ ഉപയോഗിക്കുന്ന ഫോണ് വേറെ ആരും ഇല്ല ഇവിടെ, ഞാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്വന്തമായിട്ട് തന്നെയാണ് നമ്മൾ മൊബൈൽ ഫോണിന്റെ ആ സെറ്റിങ്സിലെ ടോക്ക് ബാക്ക് എന്ന് പറയുന്ന ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, മൊബൈൽ ഫോണ് ആരുടെയും സഹായം കൂടാതെ നമ്മൾ വാട്സപ്പ് എടുക്കുന്നു, മെസ്സേജ് അയക്കുന്നു, ഓൺലൈൻ പത്രങ്ങളിലെ ന്യൂസ് വായിക്കുന്നു, മെയിൽ അയക്കുന്നു, എല്ലാ കാര്യങ്ങളും. ഇനി AI പോലും നിങ്ങൾ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നാൽ നിങ്ങളുടെ രൂപം, നിങ്ങളെ ഇട്ട വസ്ത്രത്തിന്റെ കളറ്, നിങ്ങളുടെ നിറം എല്ലാം ഈ AI ക്യാമറ ഞങ്ങൾക്ക് പറഞ്ഞു തരും, അത് ഞങ്ങൾക്ക് വേണം ഇട്ട് തരും. അപ്പോൾ ഈ ടെക്നോളജി ആണ് വലിയൊരു പുരോഗതിയൊക്കെ ആവശ്യമുണ്ട്. നമുക്ക് ഒരു പത്രം, മുമ്പൊക്കെ ഒരു പത്രം വായിക്കണം എന്ന് പറഞ്ഞാൽ ഓരോ ആളുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഞാനൊക്കെ പഠിക്കുമ്പോൾ ഈ കേസറ്റ് ഉണ്ട്, പഴയ കേസറ്റ് റെക്കോർഡ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. വേറെ സംവിധാനമൊന്നുമില്ല. ഇപ്പൊ എന്തെല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മള് ഫോണില് പറഞ്ഞാൽ മതി, നമ്മളെല്ലാ കാര്യങ്ങളും എത്തും. അതുപോലെ തന്നെ പുസ്തകങ്ങൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ സ്കാൻ ചെയ്യുന്നു. അത് വിൻഡോസ്
അതുപോലെ തന്നെ ലിനക്സ്, രണ്ട് കമ്പ്യൂട്ടറിൽ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണല്ലോ. അതിൽ പിന്നെ ഉബുണ്ടു അഥവാ ലിനക്സ് എന്ന് പറയുന്നത് പിന്നെ ഫ്രീ ആണ് അത്. അപ്പൊ അതില് ലിയോസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ബുക്ക് സ്കാൻ ചെയ്യുന്നു, വായിക്കുന്നു. അതുപോലെ തന്നെ അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്രെയിൽ എന്ന് പറഞ്ഞ 6 കുത്താണല്ലോ, അതേപോലെ തന്നെ ഈ 6 കീ മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു മുഴുവനും. അത് ഡെവലപ്പ് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ സത്യശീലൻ എന്ന് പറയുന്ന ഒരു മാഷാണ് പാലക്കാട് സ്കൂളിൽ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് ശാരദ നൈനട്ട്. ശാരദ ബ്രെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലിനക്സിൽ പോയാൽ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ലിനക്സിൽ ഓർക്ക, വിൻഡോസിൽ ജോസ്, ഈ സ്ക്രീൻ റീഡറാണ് നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഇത് എവിടെ എത്തി എന്ന് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഗൂഗിൾ മാപ്പ് നമുക്ക് എന്ത് ചെയ്യുന്നു, പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ ChatGPT, അതുപോലെ തന്നെ ജെമിനി, അതുപോലെ തന്നെ ലോക് പൈലറ്റ്സ് എന്നൊക്കെ പറയുന്ന ഓരോ AI ആപ്ലിക്കേഷനൊക്കെയാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ടെക്നോളജിയിൽ എല്ലാം ഇതൊക്കെ വന്നാൽ തന്നെ നമ്മൾ ബ്രെയിലിനെ മറക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിങ്ങളൊരു പേനയും ഒരു പേപ്പറും ഉള്ള പോലെ തന്നെയാണ്. നമ്മളെ കയ്യിൽ ഒരു ബ്രെയിലിന് കുറിപ്പ് എഴുതി നമ്മളെ കയ്യിൽ വെക്കുന്നു, നമ്മൾ വായിക്കുന്നു, അത് വേറെ. അതെന്തെങ്കിലും അത് ഒരിക്കലും മറക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിനെ കൂടാതെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ടെക്നോളജിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പറഞ്ഞോ. ഗുഡ് ഈവനിങ് സർ. എന്റെ പേര് ഷെബീന. ഞാൻ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് സ്റ്റുഡന്റ് ആണ്. സാറിന്റെ ബാല്യം മുതൽ ഇന്ന് വരെയുള്ള ആ ഒരു ജീവിതയാത്ര സർ ചുരുങ്ങിയ വാക്കുകളിൽ ഞങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ സാറിന്റെ ഒഴിവ് സമയങ്ങളിൽ സർ ഏറ്റവും കൂടുതൽ ചെയ്യാൻ അന്നും ഇന്നും ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ല, അതുകൂടി ഞങ്ങളോട് പങ്കുവച്ചാൽ നന്നായിരുന്നു സർ. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, പിന്നെ കാഴ്ചയില്ലാതെ ഏതെങ്കിലും ഒരു കുട്ടി എവിടെ എത്താതാകാൻ പാടില്ല. കാരണം നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടത് അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് ഈ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ ഒരു ജില്ലാ പ്രസിഡന്റ് ആയത്. നമ്മളെ പണി ഇതാണ്, കാഴ്ചയില്ലാത്തവർക്ക് എന്ത് കൊടുക്കുന്നു, ഞാൻ ഈ പറഞ്ഞ ടെക്നോളജി പഠിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മള് ഇന്നലല്ല മെഞ്ഞാന്ന് വെള്ളിയാഴ്ച കണ്ണൂർ ജില്ലയിലെ തോട്ടടയിൽ ഒരു AI ഒരു ക്ലാസ് ആണ്. AI ഉപയോഗിച്ചിട്ട് നമ്മള് പിന്നെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ട്രെയിനിങ്, അതുപോലെ തന്നെ അവരുടെ എന്തൊക്കെയാണ് അവരുടെ പിന്നെ അവകാശങ്ങൾ. നമ്മുടെ RPD ആക്ട് എന്ന് പറഞ്ഞ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ആക്ട് ഉണ്ട്, അതിൽ പറയുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ മേഖലയിലുള്ള കാഴ്ചാ പരിമിതി അനുഭവിക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും ശാക്തീകരിക്കുന്നതിന് വേണ്ടിയും പ്രത്യേകിച്ചിട്ട് വനിതകളെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. വനിതകൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ പറയാണ്, വനിതകൾ നേരത്തെ ഇപ്പോ പൊതുസമൂഹത്തിൽ തന്നെ വനിതകൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ വനിതകളായ ആളുകൾ അവരുടെ വിവാഹമായാലും അവരുടെ സ്വതന്ത്രമായ സഞ്ചാരമായാലും ഒക്കെ തന്നെ വലിയൊരു പ്രയാസങ്ങളാണ് ഇപ്പൊ. അപ്പൊ അതിനു വേണ്ടിയുള്ളൊരു അവർക്ക് സ്വന്തമായി നിൽക്കാനും അവർക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാനും അവർക്ക് പറഞ്ഞ പോലത്തെ ടെക്നോളജിയുടെ ഗുണങ്ങൾ എത്തിക്കാനും വേണ്ടി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ കീഴിൽ ഒരു വിമൻസ് ഫോറം ഉണ്ട്. ആ വിമൻസ് ഫോറം ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ നേരത്തെ ചോദിച്ചതാണല്ലോ ഇനി എന്താ, ഇപ്പൊ ഇതാണ് ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ഈ മേഖലയിൽ ഈ കാഴ്ച പരിമിതി അനുഭവിക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് എൻ്റെ മുമ്പിലുള്ള പിന്നെ ഒരു ലക്ഷ്യം. അതിന്റെ ഒരു ഭാരവാഹിയായിട്ടാണ് ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ. ഹലോ സർ. ഓക്കെ, പറഞ്ഞോ. സാർ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സാർ ഒരുപാട് പേര് മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നൊക്കെ. ഇപ്പൊ സാർ ഇത്രയും വലിയൊരു നിലയിൽ നിൽക്കുമ്പോ അവരിപ്പോ അവരിപ്പോ സാർ എങ്ങനെ കാണുന്നത്, സാർ എങ്ങനെ ഇപ്പൊ കാണുന്നത്, അവർക്ക് വല്ല ചേഞ്ചസ് ഉണ്ടോ? ഇപ്പൊ സാറിന്റെ ഇത്രയും വലിയ നിലയിൽ സാർ ഇപ്പൊ നിൽക്കുമ്പോ അവർക്ക് വല്ല ചേഞ്ചസ് ഉണ്ടോ സാറിനോടുള്ള പെരുമാറ്റത്തിലും? ചോദ്യം ഒന്നും കൂടി ഒന്ന് ആവർത്തിക്കാൻ പറ്റുമോ? സാർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, പണ്ട് സാർ ഒരുപാട് പേര് മാറ്റി നിർത്തിയിട്ടുണ്ട്. മനസ്സിലായി. അവർക്കുള്ള ഓക്കെ, അത് വലിയ രസാ. അവരിപ്പം നമ്മൾ കാണും, അവരൊക്കെ കാണുമ്പോൾ അവര് എൻ്റെ കുറെ ആളുകളൊക്കെ എന്നോട് ഭയങ്കര ക്ഷമ ചോദിക്കും. ഞാൻ അങ്ങനെയാണ്, നമ്മളെ അറിവില്ലായ്മ കൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ അപ്പൊ ഒരുപാട് ക്ഷമ ചോദിക്കും. പിന്നൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നെ എല്ലാം അംഗീകരിക്കുന്നുണ്ട്. അതൊക്കെ അന്നത്തെ ഒരു സാമൂഹിക വ്യവസ്ഥ അനുസരിച്ചിട്ട് അന്നത്തെ ഒരു അറിവില്ലായ്മ കൊണ്ടാണ് ഉൾക്കൊള്ളുന്നുണ്ട് എന്തായാലും. ഇപ്പോ ഞാൻ പല പരിപാടികൾക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പറയും, നമ്മളിപ്പോ വന്ന് അവരൊക്കെ ഇന്ന് ചിലപ്പോൾ പല ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്.
അപ്പൊ അവരൊക്കെ പറയും അന്ന് നമ്മളോട് പറ്റിയത് ആ അബദ്ധങ്ങളാണെന്നൊക്കെയുള്ള തരത്തിൽ തന്നെ പറയും. അവർ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്തായാലും. ഇപ്പോ പിന്നെ അധ്യാപകരുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ആരും അധ്യാപകരെയും പേര് പറയൂല കേട്ടോ. കാരണം വെച്ചാൽ അന്നത്തെ ഈ അധ്യാപകരെ കുറ്റപ്പെടുത്തുന്നതല്ല അത്, അന്നത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണത്. ഒരു വന്ന വഴികൾ അങ്ങനെയാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ. അപ്പോ ഇതിൽ ഏറ്റവും അവസാനം പിന്നെ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ മരണപ്പെട്ടു. ഇപ്പൊ ഞാനിപ്പോ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള പിന്നെ കൂട്ടത്തിൽപ്പെട്ട ഒരു അധ്യാപനായിരുന്നു. ഞാൻ പോയിട്ട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഹായ് സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്റെ പേര് ഫൗസിയ ഇർഷാദ്, ഞാൻ കാസർഗോഡാണ്. എജുമിയില് PPTTC ടീച്ചർ ട്രെയിനിങ് ചെയ്തോണ്ടുണ്ടതാ സാർ. സാർ, എനിക്ക് ചോദിക്കാനുള്ളത് സാറിന്റെ പ്രിയപ്പെട്ട അധ്യാപന നിമിഷം ഒന്ന് ചുരുക്കി പറയാമോ സാർ? എങ്ങനെയാണ് സാറിന്റെ പ്രിയപ്പെട്ട അധ്യാപന നിമിഷം ഒന്ന് ചുരുക്കി പറയാമോ സാർ? അധ്യാപകർ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ നാരായണൻ മാഷ് എന്ന് പറയുന്നത് ഒരു മാഷാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവസാനം മരണപ്പെട്ട് ഇപ്പൊ ഒരാഴ്ച മുമ്പ് ഞാൻ പോയത് എനിക്ക് പ്രിയപ്പെട്ട ഒരു അധ്യാപകനാണത്. അപ്പൊ അതുപോലെ തന്നെ വേറൊരു മാഷുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ശരിയായ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അധ്യാപകരുണ്ട്. അന്ന് ഞാനൊരു അനുഭവം കൂടിയും പറയാം. അന്ന് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സിനിമക്ക് പോകുന്ന പരിപാടിയുണ്ട് നമ്മുടെ തിയേറ്ററിൽ. കുട്ടികൾക്ക് ഗുണപ്രദമായ ചില സിനിമകളാണ്. ആ സിനിമക്ക് ടാക്കീസിലേക്ക് കൊണ്ടുപോകും. അന്ന് 1 രൂപയാറ്റാം. അപ്പൊ എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോവാതെ മറ്റുള്ളവർ പോകുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ ഒരു അധ്യാപകൻ, അപ്പൊ അത് പിന്നെ പറയണം, ഒരു അബ്ദുൾ അസീസ് എന്ന് പറയുന്ന അറബി പഠിപ്പിക്കുന്ന മാഷ. എടാ നീ പോകുന്നില്ലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇല്ല സാർ എൻ്റെ അടുത്ത് പൈസയൊന്നുമില്ല. എടാ നിന്റെ ഉപ്പ എൻ്റെ കയ്യിൽ പൈസ തന്നിട്ടുണ്ട്, നീ കയറിക്കോ. ഉപ്പ കൊടുത്തിട്ടൊന്നും ഇല്ല, അത് എന്നോട് അങ്ങനെ പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുള്ളതാണ്. അതുപോലെയുള്ള നല്ല നല്ല ഒരുപാട് അധ്യാപകരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഈ കോഴിക്കോട് ഇങ്ങനെ പ്രത്യേക സ്കൂളുണ്ട് എന്ന് പറഞ്ഞ ആഴ്ച, അതൊരു എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മിക്കുന്ന അധ്യാപകരാണ്. കോഴിക്കോട് ഫറൂഖ് കോളേജിൽ MP ഹാഫിസ് മുഹമ്മദ് പറയുന്ന പ്രശസ്ത എഴുത്തുകാരനാണ് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനാണ്, പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. അതുപോലെ തന്നെ പിന്നെ പ്രൈമറിയിലും ഹൈസ്കൂളുകളിലൊക്കെ തന്നെ ചില അധ്യാപകരെ ഞാൻ കാണാനും പോക്കുണ്ട്. കുറച്ച് അധ്യാപകരുണ്ട്, ചില അധ്യാപകരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ അന്ന് എനിക്കുണ്ടായ കഷ്ടപ്പാട് എന്തൊക്കെ ആണെങ്കിൽ പോലും അത്തരം അധ്യാപകരെ ഞാൻ ഇപ്പോഴും സ്നേഹത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ഓക്കെ സാർ, സാറിന്റെ പ്രിയപ്പെട്ട അധ്യാപകരെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ സാറിന്റെ അധ്യാപന ജീവിതത്തില് സാറിന് മറക്കാൻ പറ്റാത്ത, സാറിന്റെ സ്റ്റുഡൻസിന്റെ അടുത്തുനിന്ന് ഉണ്ടായിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് അതുകൂടി സാറിനൊന്ന് പങ്കുവെക്കാൻ പറ്റുമോ? അതെ, ഞാനിങ്ങനെ 23 വർഷമായല്ലോ. 23 വർഷമായ സമയത്ത് പിന്നെ എനിക്ക് നല്ല 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 കുട്ടികളുണ്ട്, സ്റ്റുഡൻസ് ഉണ്ടാകാറുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ദിവസം റോഡിലൂടെ പോകുമ്പോൾ അന്ന് മഴയായിരുന്നു. ഞാൻ ബൈക്ക് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ അന്ന് എവിടെയാണോ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് കണ്ണൂർ ജില്ലയിലെ ഒരു ഉള്ളോട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാകുമ്പോഴാണ് ഒരു കാർ എൻ്റെ അടുത്ത് വന്ന് നിർത്തി. അപ്പൊ ഞാൻ പിന്നെ സാറിൻ്റെ സ്റ്റുഡൻ്റാണ്, ബാങ്കിലാണ് തോന്നുന്നു ജോലി ചെയ്യുന്നത്. അപ്പൊ എന്നെ കയറ്റി എന്നെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു സന്തോഷമാണത്. അതുപോലെ തന്നെ ഞാൻ സാധാരണ സ്കൂളിലാണല്ലോ പഠിപ്പിച്ചത്, അതായത് മിക്കവാറും ഗവൺമെന്റ് സ്കൂളാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് പിരിയുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ ചില റോഡുകളിലെല്ലാം കണ്ടു കഴിഞ്ഞാൽ തന്നെ, ഷോപ്പുകളിൽ കണ്ടാൽ തന്നെ ചില കുട്ടികൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായിട്ടുള്ളവർ എല്ലാം കണ്ടു കഴിഞ്ഞാൽ തന്നെ പിന്നെ എന്താ വേണ്ട സഹായങ്ങളൊക്കെ തന്നെ ചെയ്തു തരുമായിരുന്നു. ഇതേപോലെ തന്നെ എനിക്ക് പല പ്രയാസപ്പെട്ട ചില കാര്യങ്ങളും കൂടിയുണ്ട്. ഞാൻ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കുട്ടിയെ അറിയാതെ ചീത്ത പറഞ്ഞു പോയി. അതായത് ക്ലാസ് എടുക്കുമ്പോൾ കുട്ടി എന്തോ വെറുതെ വെച്ചപ്പാണ്. കുട്ടി വല്ലാതെ സങ്കടപ്പെട്ട് പിന്നെ കുട്ടി സ്കൂളിൽ വരുന്നില്ല. അപ്പം എനിക്ക് സംബന്ധിച്ച് ഭയങ്കര പ്രയാസം ഉണ്ടാക്കി. പിന്നെ ഞാനത് എല്ലാവരും വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. കുട്ടി വന്നപ്പോൾ കുട്ടി ഉയർന്ന നിലയിലെത്തി. കുട്ടി ഇപ്പോൾ പിന്നെ PGക്കാണ് പഠിക്കുന്നത്. കുട്ടി എപ്പോഴും എന്നെ വിളിച്ചത് പറയും, സാറെന്ന് എന്നെ പിന്നെ തിരികെ സ്കൂളിൽ കൊണ്ടുവന്നത് വലിയൊരു ഉപകാരപ്രദമായി എന്നൊക്കെ എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കുറെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക്. സാർ നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് അഷീറ, ഞാൻ BA ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തതിൽ വളരെയധികം സന്തോഷവും നന്ദിയുണ്ട് സാർ.
അപ്പോൾ സാറിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കിയ ഒരു കാര്യം, അതുപോലെ ഏറ്റവും സംതൃപ്തി നൽകിയ ഒരു കാര്യം എന്താണ് സാർ? സമ്മർദ്ദം ഉണ്ടാക്കിയ കാര്യമുണ്ട്. സമ്മർദ്ദം ഉണ്ടാക്കിയ കാര്യം മിക്കവാറും ഈ പ്രൈമറി സ്കൂളുകളിൽ ഞാനിനി സ്കൂള് നിർത്തി പോകാമെന്നുള്ളതാണ്. കാരണം എനിക്ക് അങ്ങോട്ടൊക്കെ പോകാൻ കഴിയുന്നില്ല. ഒരു ഭാഗത്ത് അധ്യാപകരുടെ ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികളുടെ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. മറ്റുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നു. വല്ലാത്ത മാനസിക സമ്മർദ്ദമാണത്. പിന്നെ എന്തോ ദൈവത്തിന്റെ ഒരു തോന്നിച്ച എനിക്ക് തന്നിട്ട് ഞാൻ എന്തായാലും വൈകില്ല പോകാൻ തീരുമാനിച്ചത്. അത് മാനസിക സമ്മർദ്ദം. അത് മാത്രമല്ല, എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് BEd കഴിഞ്ഞു. അപ്പോൾ ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടും കിട്ടാതെ വന്നപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു. ജോലി കിട്ടാനും കൂടി കുറെ മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാകും. പിന്നെ ജോലി കിട്ടി, സന്തോഷമായി. അതുപോലെ തന്നെ പിന്നെ ഇത് ചിലത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടായാലും ഞാൻ പറഞ്ഞില്ലേ, അധികവും ഈ പൊതുസമൂഹത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, പ്രതികരണങ്ങൾ, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് പ്രയാസപ്പെടുത്തുന്നത്. നമ്മൾ 2-3 ആളുകൾ ഒന്നിച്ചിട്ട് സംസാരിക്കുമ്പോൾ, 2 കാഴ്ചയുള്ള ആള്, ഒരു ബ്ലൈൻഡ്, അപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴും ഇടയ്ക്ക് അവർ തമ്മിൽ കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷൻ കാണിച്ചിട്ടുള്ളൊരു സംസാരം, അത് സത്യത്തിൽ നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തും. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. അപ്പൊ അത്രയും നമ്മളെ പോലെയുള്ള ഒരാളുണ്ടാകുമ്പോൾ ഒരിക്കലും അങ്ങനത്തെ സൈഡായിട്ടുള്ള ഒരു ടോക്ക് പാടില്ല. അപ്പോ അത് ചിലപ്പോഴൊക്കെ എവിടെ നിന്നില്ല അവിടെ നിന്നൊക്കെ ഉണ്ടാകാറുണ്ട്. അത്തരം കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിട്ടൊരു പ്രയാസമുള്ളത്. ഓക്കെ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ജിൽസിയ. ഞാൻ BA ഇംഗ്ലീഷ് 3rd ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് എന്ത് സന്ദേശമാണ് സാറിന് നൽകാനുള്ളത്? ഇന്നത്തെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, കേവലം ഒരു A+ഓ ഒരു റാങ്കോ വാങ്ങി പോക്ക് മാത്രമല്ല, നിങ്ങൾ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർ, പ്രയാസപ്പെടുന്നവർ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് നിങ്ങൾ ചെയ്യണം. ഞാൻ എൻ്റെ കുട്ടികളോട് എപ്പോഴും അതാ പറയൽ. കുട്ടികൾ ക്ലാസ് PTA രക്ഷിതാക്കൾ വന്നാലും ഞാൻ അതാ പറയൽ. നിങ്ങളെ കുട്ടികളെ മറ്റുള്ള കുട്ടികൾക്ക് എത്ര കിട്ടുന്നോ മാർക്ക്, അതിനേക്കാളും കൂടുതൽ മാർക്ക് വാങ്ങണം. അത് മാത്രമല്ല വേണ്ടത്, നമ്മൾ മറ്റുള്ള പൊതുസമൂഹത്തിൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും. നമ്മൾ 2 വർഷം മുമ്പ് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നമ്മളെ മക്കളല്ലേ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. വയനാട്ടില് ഉരുൾപൊട്ടൽ നടന്നപ്പോൾ നമ്മളെ കുട്ടികൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നല്ല മൂല്യബോധമുള്ള കുട്ടികളായി വരികയാണ് വേണ്ടത്. നമ്മൾ മുഴുവൻ സമയവും സോഷ്യൽ മീഡിയയിൽ ചാറ്റ് ചെയ്തുകൊണ്ട് സമയം കളയാതെ നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, നിങ്ങൾ ഒരു ഗവൺമെന്റ് ജോലി നിങ്ങൾ എങ്ങനെയെങ്കിലും വാങ്ങണം. അതിനുവേണ്ടി നിങ്ങൾ PSCക്ക് വേണ്ടി പരമാവധി പ്രിപ്പയർ ചെയ്യണം. പല കുട്ടികളും എങ്ങനെയെങ്കിലും SLCയോ +2 കഴിഞ്ഞ് ഗൾഫിലേക്ക് പോകാം. അവിടെ എൻ്റെ ഏട്ടനുണ്ട്, ഉപ്പയുണ്ട്, ഉപ്പാപ്പയുണ്ട്. ആ തോന്നൽ പാടില്ല. ഇപ്പൊ ഗൾഫിലായാലും എവിടെയായാലും വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. നിങ്ങൾ പരമാവധി പഠിക്കുക, എന്നിട്ട് നിങ്ങൾ PSC പരീക്ഷ എഴുതുക, ഒരു സർക്കാർ ജോലി വാങ്ങുക, പൊതുസമൂഹത്തിന് നന്മ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുക, ഗുരുനാഥാക്കന്മാരെ സ്നേഹിക്കുക, ഭാവി തലമുറയെ വാർത്തെടുക്കുക. ഇന്ത്യയുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. ഞാൻ ഇങ്ങനെയാണ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കൽ. അതല്ലാതെ നമ്മൾ പഠിപ്പിക്കുന്ന കാണാപ്പാഠം പഠിച്ച് കുറെ മാർക്ക് വാങ്ങിപ്പോയാൽ മാത്രം പോരാന്നാ പറയത്. നമസ്കാരം. ഓക്കെ, ഏകദേശം 1 മണി. ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ കേട്ടോ, കൂടുതൽ സമയം പറ്റൂല സാറിന്. ഓക്കെ സാർ, ഇനി 1-2 പേര് തന്നെ ഉള്ളൂ. ഇനി നമുക്ക് സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കാണ്. ഇനി വീണ്ടും ഇതുപോലെ ഒരു അവസരത്തില് നമുക്ക് സാറിനോട് ഇതുപോലെ ഒരു സെഷൻ നമുക്ക്
വെക്കാം. ഇപ്പൊ നമുക്ക് സമയപരിമിതി ഇല്ല. അപ്പൊ 1-2 ക്വസ്റ്റ്യനോട് കൂടിയിട്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. നമസ്കാരം സാർ, എന്റെ പേര് അസ്ന എന്നാണ്. MTT സ്റ്റുഡന്റ് ആണ്. ഓക്കെ. തുടക്കത്തില് പറഞ്ഞ പോലെ കാഴ്ച ഉണ്ടായിട്ടും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തവരുള്ള ഈ ലോകത്തില് സാറിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ചയിലെത്തുക എന്നുള്ളത് തീർച്ചയായും സാറിന്റെ കഠിന പരിശ്രമം കൊണ്ട് തന്നെയാണ്. അങ്ങനെയുള്ള സാറിൽ നിന്ന് ലഭിക്കുന്ന വാക്കുകൾ തീർത്തും പ്രചോദനം ഉളവാക്കുന്ന ഒന്നാണ്. ഒരുപാട് മൂല്യമേറിയ അറിവുകൾ പകർന്നു നൽകിയതിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഇതിനുള്ള അവസരം ഒരുക്കിയ എജ്യുമിക്കും നന്ദി അറിയിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ജീവിതത്തിൽ തോറ്റുപോകുമെന്ന് തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് ആ സാഹചര്യങ്ങളെല്ലാം നേരിട്ടത്? ഒരുപാട് ഉണ്ട്. എല്ലാം ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളെ ഈ കോളേജിൽ പഠിക്കുമ്പോൾ ഇന്നത്തെ മാതിരി ഫോണൊന്നുമില്ല. നമുക്ക് പരീക്ഷ എഴുതാൻ യൂണിവേഴ്സിറ്റി ഏർപ്പാടാക്കിയിട്ടുള്ള സ്ക്രൈബ് എത്തുന്ന കാണുന്നില്ല. സത്യത്തില് ആ പേപ്പർ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഡിഗ്രി തോറ്റുപോകും. അപ്പൊ ഞാനതിങ്ങനെ വളരെ പ്രയാസപ്പെട്ടാണ്. ആളിതുവരെയായിട്ട് എത്തിയിട്ടില്ല. അപ്പൊ എന്ത് തന്നെയായാലും ഞാൻ പറഞ്ഞു, എനിക്ക് എന്തായാലും ഈ പരീക്ഷ എഴുതണം. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി നേരത്തെ ആരെയാണോ ചുമതലപ്പെടുത്തിയ, ഇല്ലെങ്കിൽ എനിക്കൊരു സ്ക്രൈബിനെ വേണമെന്ന് ഞാൻ ഓഫീസിൽ പറഞ്ഞു. എനിക്ക് എൻ്റെ ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു കുട്ടിയെ തന്നു. ഞാൻ പരമാവധി വളരെ ടെൻഷൻ അടിച്ചിട്ട് പരമാവധി ഞാൻ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ പേപ്പർ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ആ ഡിഗ്രി പാസ്സായത്. ഇതേ അവസാനം തന്നെ BEdനും ഉണ്ടായിട്ടുണ്ടായിരുന്നു. BEdന് സാമ്പത്തികമാണ്. കാരണം ഞാനെന്നൊക്കെ പറഞ്ഞല്ലോ, വളരെ സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന കുടുംബമാണ്. എൻ്റെ ഫാദറൊക്കെ ചെറിയ പണിക്കാരനായിട്ടുള്ള ആളാണ്. അപ്പോഴൊക്കെ തന്നെ ഈ താമസിക്കുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റലിലാണ് ഞാൻ BEdനുണ്ടായിരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചെലവിനൊക്കെ തന്നെ വലിയ തരണം ചെയ്തപ്പോൾ തന്നെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ചില ആളുകൾ എന്നെ സഹായിച്ചപ്പോഴാണ് ഞാൻ അതിനെ തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് സാമ്പത്തികമായിട്ട്. അതുപോലെ തന്നെ സ്കൂളിലൊക്കെ തന്നെ പഠിക്കുമ്പോഴും ഇതെനിക്ക് എന്തായാലും ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുന്ന എന്താണെന്നറിയില്ല, എനിക്കൊരു വിശ്വാസമുണ്ട് മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ആ സമയത്ത് ടെൻഷനൊക്കെ ആണെങ്കിൽ പോലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എന്തെങ്കിലും വഴി നോക്കിയിട്ട് ഞാനത് തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് എന്തായാലും ഒരു വഴി കാണും. നമ്മൾ ഒരു ദൃഢനിശ്ചയം മനസ്സിലുണ്ടായാൽ മതി. ഞാനിപ്പോൾ എക്സാമിൻ്റെ ഒക്കെ സാമ്പത്തിക ചില ഉദാഹരണങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സർ. എല്ലാവർക്കും വളരെ വിലയേറിയ ഒരു സമയമായിരുന്നു. അത്രയും നല്ല വാക്കുകളാണ് സാറിലൂടെ ഞങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളെന്ന് പറയുന്നത് ജന്മം കൊണ്ട് മാത്രം മഹാനാവുന്നില്ല, അല്ലെങ്കിൽ ഒരു മഹതി ആവുന്നില്ല. കർമ്മം കൊണ്ട് അവര് ജീവിതത്തിൽ അനുഭവിച്ചുന്ന കൈപ്പേറിയ അനുഭവങ്ങള്, അല്ലെങ്കിൽ പ്രയാസമേറിയ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നിട്ടാണ് ഓരോ വ്യക്തിയും വലിയൊരാളാവുന്നത്. കാരണം സമയം ഞങ്ങൾക്ക് കിട്ടിയത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒരുപാട് കുട്ടികള് 30, 40, 50, 60, 70ഓളം കുട്ടികള് സാറിന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ സാറിനോട് സംസാരിക്കാൻ ഓരോ അവസരം കിട്ടാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് സമയപരിമിതി ഉള്ളത് മൂലം. എന്തായാലും സാറിന്റെ ഈ ഒരു സമയം, ഇന്നത്തെ ദിവസം ഈ ഒരു സായാഹ്നം ഞങ്ങൾക്കൊപ്പം പങ്കുവെച്ചതില് ഞങ്ങള് ഒരുപാട് സന്തോഷം സാറിനെ അറിയിക്കുകയാണ്. എജുമിയുടെ പേരിലും എജുമിലെ സ്റ്റുഡൻസിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഒക്കെ സാറിനോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലെ ഞങ്ങൾക്കും സാറിനും സൗകര്യപ്പെടുന്ന തരത്തില് സാറിന്റെ ഇതുപോലെയുള്ള സെഷൻസ് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. എനിവേ താങ്ക് യു ലോട്ട് സാർ. എനിക്കും വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞതും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞതിലൊക്കെ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഈ അവസരം ഉണ്ടാക്കി തന്ന ഇതിന്റെ അധികൃതരായിട്ടുള്ള ആളുകളോട് ഞാൻ വലിയൊരു നന്ദി രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു ദിവസം മറ്റുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന ദിവസം ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, ഒരു ചെറിയ സംഗ്രഹമാണ്. അപ്പൊ ശരിക്കും സാർ ഇതുവരെ സാറിന്റെ അനുഭവം മാത്രമാണ് പറഞ്ഞു തന്നത്, തിയറികളായിട്ടൊന്നും പറഞ്ഞതല്ല. സ്വന്തം പ്രത്യേകിച്ച് പ്രൈമറി ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്ക്
കാലഘട്ടത്തിലൊക്കെ സാറ് പോയപ്പോൾ, ആ സമയത്ത് കടന്നുപോയപ്പോൾ സാർ അനുഭവിച്ച പ്രത്യേകിച്ച് അനുഭവത്തിന്റെ തിരിച്ചുകൂടെ എന്നൊക്കെ പറയാറില്ലേ, അപ്പൊ അതിൽ നിന്നുള്ള കുറെ കാര്യങ്ങളാണ് നമുക്ക് പകർന്നു തന്നത്. അപ്പൊ അത് മാത്രമല്ല, നമ്മൾ കേട്ടതൊക്കെ നമുക്ക് മനസ്സിലാക്കും സാറിന് ഒരു പരിഭവവും ഇല്ല അല്ലെ, ആരോടും ഒരു പരിഭവവും ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ ഇപ്പോഴാണ് കണ്ണൂർ ജില്ലയുടെ ബ്ലൈൻഡ് ഫെഡറേഷന്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ സന്തോഷമാണ്. ഈ മുമ്പ് അറിഞ്ഞിരുന്നില്ല, സോറി. പിന്നെ സംഘടകർക്ക് അറിയായിരിക്കും, എനിക്കത് അറിഞ്ഞിരുന്നില്ല. ഏതായാലും പിന്നെ വ്യക്തിപരമായിട്ട് സാർ എന്നെ ഫാറൂഖ് കോളേജിലേക്ക് കൊണ്ടുപോയി. ഞാൻ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പൊ അവിടുത്തെ ആ ക്യാമ്പസിലേക്ക് ഹാഫിസ് സാർ അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു വ്യക്തികളിലേക്കൊക്കെ എന്നെയും കൂടെ കൊണ്ടുപോയി. ഞാൻ ആദ്യം മുതൽ തുടക്കം മുതൽ അവസാനം വരെ ശ്രമിക്കുകയായിരുന്നു സാറിനെ. പിന്നെ ഇപ്പൊ സാറ് പകർന്നു അറിവുകൾ, ശരിക്കും ഉപദേശങ്ങളൊക്കെ വിലമതിക്കാനാവാത്തതാണ്. ഇനിയും സാറിന്റെ ക്ലാസ് ഇവിടെ പറഞ്ഞ പോലെ കൊതിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. ഇവിടെ കേരള സ്റ്റുഡൻസ് മാത്രമല്ല, കർണാടകയിൽ നിന്നും സാറിനെ ശ്രവിക്കാൻ ഇവിടെ സ്റ്റുഡൻസ് ഉണ്ട്. കർണാടക, സുള്ളിയ, മാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസും കൂടെ ഇന്നത്തെ ഈ സെഷനിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതും സാറിനോട് ജസ്റ്റ് പറയാണ്. അപ്പൊ അതായത് ഇനിയും സാറിന്റെ ക്ലാസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, കാത്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.